ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ലാസ്റ്റ് ക്ലാസ്സുകളിൽ എടുത്തേക്കുന്ന ചാപ്റ്റേഴ്സ് ഒന്ന് ഓർഡറിൽ ഒന്ന് ഓർക്കുകയാണ്. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? സം ബേസിക് കൺസെപ്റ്റ്. കേട്ടോ, ഓർത്ത് നോക്കുക. അതിലുള്ള ടേമുകളൊക്കെ ഇങ്ങനെ മൈൻഡിലേക്ക് കൊണ്ടുവരണം. കേട്ടോ, ഓർത്ത് നോക്കുക. ആദ്യം 5 ചാപ്റ്റർ ഒന്ന് പറയട്ടെ കേട്ടോ, എന്നിട്ട് ഓർത്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് പോവുക. ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യത്തെ ഏരിയയില് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് മാറ്റർ. അല്ലെ, മാറ്റർ ഡിവിഷൻ ഒക്കെ പറയും അല്ലെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേമുകൾ ഓർത്ത് വെക്കേണ്ടത് ഹോമോജീനിയസ് മിക്സർ ആൻഡ് ഹെട്രോജീനിയസ് മിക്സർ. അത് ചോദിക്കാറുണ്ട്. അല്ലാതെ പ്യുവർ സബ്സ്റ്റൻസ് അത് വെച്ചൊന്നും ചോദിക്കാറില്ല. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വെക്കാം. അത് കഴിഞ്ഞ് SI യൂണിറ്റില് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കണം കേട്ടോ, ഓർത്ത് വെക്കുക. അപ്പൊ നമുക്കിപ്പോ ഈ മാർക്ക് കിട്ടണ മാത്രമല്ല അടുത്ത വർഷത്തേക്കും ആവശ്യമുണ്ട്. ടെമ്പറേച്ചർ യൂണിറ്റ് എന്താണ്? കെൽവിൻ അറിയാം അല്ലെ. അതുപോലെ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ ലോ എന്നാണ് അല്ലെ. ലോസുകളുടെ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ചില സ്കൂളിൽ അത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓർത്ത് വെക്കുക. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഗേ-ലുസാക്ക് ലോ, then അവഗാഡ്രോസ് ലോ അല്ലെ. ഇത്രയും ഇമ്പോർട്ടൻസ് ലോസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഏരിയ ആണ് നിങ്ങൾക്ക് +2 ഫസ്റ്റ് ചാപ്റ്റർ സൊല്യൂഷനിലേക്ക് കണ്ടിന്യൂഷൻ വരുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ളത് എന്താണ്? മോൾ കൺസെപ്റ്റ്. എന്തൊക്കെയാണ്? മോൾ കൺസെപ്റ്റ്, ദെൻ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല, സ്റ്റോഷിയോമെട്രി ബേസിക് ആണ്, എവിടെ വേണമെങ്കിലും വരാം അടുത്ത വർഷം കേട്ടോ, ഓർത്ത് നോക്കുക. സ്റ്റോഷിയോമെട്രി. അത് കഴിഞ്ഞിട്ട് മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ. ഇത് അങ്ങനെ തന്നെ അടുത്ത +2 സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക്സ് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്ററിന്റെ പേര് സ്ട്രക്ചർ ഓഫ് ആറ്റം. സ്ട്രക്ചർ ഓഫ് ആറ്റത്തില് എന്തായിരുന്നു ഫസ്റ്റ് ടോപ്പിക് ആയിട്ടൊക്കെ വന്നേക്കുന്നത്? കുറച്ച് അല്ലെ ബേസിക്സ് ആയിട്ടുള്ള മോഡൽ ഓഫ് ആറ്റം എന്തൊക്കെയായിരുന്നു? തോംസൺ മോഡൽ, റുദർഫോർഡ് മോഡൽ, ബോർ മോഡൽ അല്ലെ. ഓർത്ത് നോക്കുക. അതില് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനായിട്ടുള്ളത് ബോർ മോഡൽ ഓഫ് ആറ്റം. അതിന് തൊട്ട് മുമ്പ് ഒരു ഹെഡിങ്സ് ഉണ്ട്. ആ ഹെഡിങ് മുതലാണ് തുടങ്ങുന്നത്. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, E = h nu, nu = c by lambda. വീട്ടിൽ പോയിട്ട് കിട്ടണം ലാംഡ വേവ് ലെങ്ത് അല്ലെ. അതൊക്കെ ഓർത്ത് നോക്കുക. ന്യൂ എന്താണ്? ന്യൂ ഫ്രീക്വൻസി അല്ലെ, ഓർത്ത് നോക്കുക. H എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. വാല്യൂ എത്രയാ കേട്ടോ? ആർക്കെങ്കിലും ഇങ്ങനെ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാന്ന് പറയും കേട്ടോ, ഓർത്ത്. ബേസിക് ക്രോസ് ചെക്ക് ആണ്. നിങ്ങൾക്ക് മാർക്ക് ഒന്നുമില്ല, മാർക്ക് കുറഞ്ഞാൽ ഉള്ളതിന്റെ അല്ല. ആദ്യം ഇത് ബേസിക്സ് ഒന്ന് കറക്റ്റ് ഓർഡറിലാക്കി പഠിക്കുന്ന ഒരു മെത്തേഡിലേക്ക് ആവുക കേട്ടോ, ഓർത്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് കേട്ടോ, ഓർത്ത് നോക്കുക. ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഷോപ്പ് പോലെയൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ, ഓർത്ത് നോക്കാം. അടുത്ത ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നു, ഞാൻ 2 ക്ലാസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീക്കിൽ ഇവർക്ക് എക്സാം കഴിയും അല്ലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പൂജാ ഹോളിഡേയ്സ് ആണ്. പൂജാ ഹോളിഡേയ്സ് കഴിഞ്ഞ് വരുന്ന സൺഡേയില് നമുക്ക് ഹാഫ് ഡേ സെക്ഷൻസ് വെക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. പരമാവധി എപ്പോഴൊക്കെ വെക്കാൻ പറ്റുന്നോ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത എക്സാം ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഇനി വെച്ച് പോകണം കേട്ടോ, ഓർത്ത് നോക്കാം. അതൊരു വർക്ക്ഷോപ്പ് പോലെ വന്ന് ഞാൻ പറയലല്ല അല്ലെ, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാ, ഓർത്ത് നോക്കാം. ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന എറേഴ്സുകൾ കേട്ടോ, ഓർത്ത് നോക്കാം. കഴിഞ്ഞ ഇതിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്തൊക്കെ കണ്ടു. അപ്പൊ ആ എറേഴ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ചെയ്യാം. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സെക്ഷൻ മാത്രമാണ് കേട്ടോ, കാരണം അത് ഫിക്സ് ചെയ്തേക്കുന്നതാണ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ബാക്കി എന്താ പരമാവധി പാർട്ടിസിപ്പേഷൻ ഉണ്ടായാലേ കാര്യമുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ടോപ്പിക് എന്തായിരുന്നു? പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി കഴിഞ്ഞിട്ട് ബോർ മോഡൽ ഓഫ് ആറ്റം പറഞ്ഞു അല്ലെ. ബോർ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്ന ഒരു ഏരിയയിൽ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് നോക്കണം. എനർജി ഓഫ് nth ഓർബിറ്റൽ അല്ലെ, En -2.18 into -18 ഉണ്ടോ? 2.18 ഇല്ല, അതേ സ്റ്റൈലിൽ ഓർത്ത് നോക്കുക. into 10⁻⁻18 z² / n² അല്ലെ, ഓർത്ത് നോക്കുക. അത്രയും ജൂൾ ആണ് വരുന്നത്. അത് കഴിഞ്ഞ റേഡിയസ് ഓഫ് nth ഓർബിറ്റൽ Rn = 52.9 n² / zpm പൈക്കോമീറ്റർ ഇവിടെ ഓർത്ത് നോക്കാം. 0.59 വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നാനോമീറ്ററിലൊക്കെ പറയാം അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഡി ബ്രോഗ്ലി ഇക്വേഷൻ, ലാംഡ = h/mv. ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, Δx × Δp > h/4π. അപ്പൊ ഈ തിയറി നോടുകൂടി ബോർ മോഡല് എന്താണ് ഫെയിലിയർ ആണ് എന്നുള്ള രീതിയിലേക്ക് എത്തി. അത് കഴിഞ്ഞിട്ട് വന്നേക്കുന്ന മോഡലാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം അല്ലെ. ക്വാണ്ടം മെക്കാനിക്കലില് 4 ക്വാണ്ടം നമ്പേഴ്സ്: പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഓർത്ത് നോക്കാം. Then next അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ റിലേഷൻഷിപ്പ് പഠിപ്പിക്കണം. n =
അല്ലെ. 1 2 3 4 ആണ് അല്ലെ. n 0 ആവില്ല. ദെൻ അടുത്തതാണ് അസിമെട്രിക് കോണ്ടന്റ് നമ്പർ l equal to 0 to n minus 1. So n is equal to 2, l is equal to 0, 1, അത്രേ ഉള്ളൂ അല്ലെ. 2 ഇല്ല. ദെൻ 0 എന്ന് പറഞ്ഞാൽ s, 1 എന്ന് പറഞ്ഞാൽ p, 2 എന്ന് പറഞ്ഞാൽ d അല്ലെ, 3 എന്ന് പറഞ്ഞാൽ f. അങ്ങനെ കറക്റ്റ് ആയിട്ട് അത് ഓർത്തു വെക്കാം. Then magnetic content number minus L to 0 to plus L. Then spin content number plus half and minus half. ആ ഒരു ടോപ്പിക് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് അഫ്ബാ പ്രിൻസിപ്പിൾ. അതിന്റെ ഇടയിലൊക്കെ ഉണ്ട് പ്രോബബിലിറ്റി ഡെൻസിറ്റി അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതല്ല ഏറ്റവും മെയിൻ കോർ കൺസെപ്റ്റ് വെച്ച് ആ ചാപ്റ്റർ ഡിറൈവ് ചെയ്യുന്നതാണ് പറയുന്നത് അഫ്ബാ പ്രിൻസിപ്പിൾ. അത് കഴിഞ്ഞാൽ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ അല്ലെ, സിംഗിളി ഒക്യുപ്പൈ ചെയ്യുക എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. എന്തായാലും അത് മര്യാദക്ക് എഴുതിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങളുടെ പേപ്പർ ഓൾമോസ്റ്റ് നോക്കിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ തരാം. ഇന്നും ഞാൻ വേറെ കുറച്ച് കാര്യമായിട്ട് പുറത്തു പോയിട്ട് വന്നുകൊണ്ടാണ് അവിടെ ഇരിപ്പുണ്ട്. ഓർത്ത് നോക്കാം. അതൊക്കെ ഹൺസ് റൂളും അതൊക്കെയാണ് മിക്കവരും എഴുതിയേക്കുന്ന മാർക്ക് വലിയ വ്യത്യാസമുണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം, പറയാം കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ അത് എഴുതിയിട്ടുണ്ട്. ഹൺസ് റൂൾ മിക്കവരും തന്നെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞ അപ്പോ അവിടെയും വരുത്തി. അത് കഴിഞ്ഞാൽ തേർഡ് ചാപ്റ്റർ എന്തായിരുന്നു അല്ലെ, പീരിയോഡിക് ടേബിൾ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. ആദ്യത്തെ ടോപ്പിക് എന്നൊക്കെ പറയുന്നത് എളുപ്പമാണ് അല്ലെ. ഡോബർണിയർ ട്രേറ്റ്സ്, അത് കഴിഞ്ഞ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്, അത് കഴിഞ്ഞ അവിടെ മുതലാണ് അല്ലെ. അത് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക് മുതലാണ് ആ ചാപ്റ്റർ സീരീസ് ആയിട്ട് ചെയ്യുന്നത്. എന്താണ് മെന്റലീഫ് പീരിയോഡിക് ടേബിൾ. അത് കഴിഞ്ഞ മോഡേൺ പീരിയോഡിക് ടേബിൾ. ആരെ കൊണ്ടുവന്നേ? ഹെൻറി മോസ്ലി. എന്താണ് മോഡേൺ പീരിയോഡിക് ലോ വന്നേക്കുന്നത്? പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ്. പറഞ്ഞു. പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ അറ്റമിക് നമ്പർ. കണ്ടോ, മറ്റേതൊക്കെ അറ്റമിക് മാസ് ആയിരിക്കും അല്ലെ, വെയിറ്റ് ആയിരിക്കും, അറ്റമിക് മാസ് ഓർ വെയിറ്റ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിൽ പേരുകൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. 102 ഇവർക്ക് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്കൂളിൽ എക്സാമിന് ഉണ്ടായിരുന്നു അല്ലെ. ഓർത്ത് നോക്കാം. അങ്ങനെ പറയുന്ന പേരുകളുണ്ട്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ആ ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആണ്. അത് കാര്യം ഇമ്പോർട്ടന്റ് ആണ്. കാരണം പീരിയോഡിക് ട്രെൻഡ്സ് എന്ന് പറയുന്നത് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. പീരിയോഡിക് ടേബിളിലെ ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് എന്ത് പറ്റും? ഡിക്രീസസ്. ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് ഇൻക്രീസസ്. ഓർത്ത് നോക്കാം. അങ്ങനെ സൈസ് എന്താണ് ഡിക്രീസ് ചെയ്താൽ ബാക്കി എല്ലാം കൂടും അല്ലെ. ഓർത്ത് നോക്കാം. അതും നിങ്ങൾ എക്സാമിന് മിക്കവരും ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് ഡിക്രീസസ്. ഏതൊക്കെ ഇൻക്രീസ് ചെയ്യും? അയണൈസേഷൻ എന്താൽപി ഇൻക്രീസസ്. പിന്നെന്താ? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസസ്. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി ഇൻക്രീസസ്. ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി ഇൻക്രീസസ്. ഓർത്ത് നോക്കുക. അങ്ങനെ ജനറൽ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യും. ഡൗൺ ദ ഗ്രൂപ്പ് നേരെ ഓപ്പോസിറ്റ് ആവും അല്ലെ. ഓർത്ത് നോക്കുക വരുന്നു. അപ്പൊ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് അല്ലെ, അങ്ങനെ എഫ് ബ്ലോക്ക്, അങ്ങനെ എല്ലാത്തിനെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ടേമുകളും ബാക്കി കാര്യങ്ങളും പഠിച്ചു. അതായിരുന്നു ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ. അത് കഴിഞ്ഞാൽ ഫോർത്ത് ചാപ്റ്ററിന്റെ പേര് കെമിക്കൽ ബോണ്ടിങ്. കെമിക്കൽ ബോണ്ടിങ്ങില് ഫസ്റ്റ് ഏരിയയില് എന്താണ്? ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ. സെക്കൻഡ് ഏരിയ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ കഴിഞ്ഞിട്ട് പിന്നെ ഒക്ടറ്റ് റൂൾ. അത് കഴിഞ്ഞാൽ FC ഫോർമൽ ചാർജ് അല്ലെ. ഓർത്ത് നോക്കാം. ഇത് കഴിയുമ്പോഴാണ് ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒക്ടറ്റ് റൂൾ ഫെയിലിയർ ആവുന്നത് അല്ലെ. ഓർത്ത് നോക്കുക. ലിമിറ്റേഷൻ ഓഫ് ഒക്ടറ്റ് റൂൾ. അത് കഴിയുമ്പോഴാണ് നിങ്ങളുടെ ലെവലിൽ 11th അങ്ങ് തുടങ്ങുന്നത് ആ ചാപ്റ്ററിൽ കേട്ടോ. ഓർത്ത് നോക്കാം. കാരണം അതിനു മുമ്പുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒക്ടറ്റ് റൂൾ ഒക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ, 9th പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. അതില് ടേമുകളാണ് ബോണ്ട് ഓർഡർ, റെസൊണൻസ്, ബോണ്ട് എന്താൽപി അല്ലെ. ഓർത്ത് നോക്കാം. ഇത്രയും ടോപ്പിക് കഴിഞ്ഞാൽ പിന്നെ 5 ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് അല്ലെങ്കിൽ ബിഗ് ടോപ്പിക് ആണ് ആ ചാപ്റ്ററിനെ കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കുക. ഫസ്റ്റ് വന്നേക്കുന്നത് ഡൈപോൾ മൊമെന്റ്, പൊളാരിറ്റി ഓഫ് ബോണ്ട് അല്ലെ. അത് കഴിഞ്ഞാൽ VSEPR തിയറി. എന്തായിരുന്നു VSEPR തിയറിയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞേ? വാലൻസ് റിപ്പൾഷൻ തിയറി അല്ലെ. ഓർത്ത് നോക്കാം. അതില് ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെ. BeCl2 എന്തായിരുന്നു ഷേപ്പ്? ലീനിയർ അല്ലെ. ഓർത്ത് നോക്കുക. അത് കഴിഞ്ഞിട്ടൊക്കെ പറയിപ്പിച്ചാണ് എക്സാമിന് തൊട്ട് മുമ്പ് അല്ലെ. ഓർത്ത് നോക്കുക. അത് കഴിഞ്ഞ പിന്നെ എന്ത് വരും? BCl3 എന്തായിരുന്നു ഷേപ്പ്? പ്ലാനർ അല്ലെ. ഹൈബ്രിഡൈസേഷൻ sp2 അല്ലെ. അത് കഴിഞ്ഞാൽ എന്ത് വരും? CH4 മീഥേൻ അല്ലെ. ഓർത്ത് നോക്കുക. എന്തായിരുന്നു ഷേപ്പ്? ടെട്രാഹിഡ്രൽ അല്ലെ. ഓർത്ത് നോക്കുക. ഹൈബ്രിഡൈസേഷൻ എന്താവും? 4 അല്ലെ. CH4. അപ്പൊ എന്ത് പറയണം? sp3 എന്തായിരിക്കും? sp3 കേട്ടോ. ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് വരും? ട്രയാഗണൽ ബൈപിരമിഡ്. ഏതായിരുന്നു?
PCl5. PCl5 ട്രൈഗണൽ ബൈപിരമിഡ്. ഹൈബ്രിഡൈസേഷൻ എന്താ? അടുത്ത ആള് പറഞ്ഞു ബാക്കില്. PCl5 ഇല്ല ഇവിടെ ഇല്ല. sp3 അല്ലേ? പിക്ക് എത്ര ബോക്സ് ഉണ്ട്? ഓർബിറ്റൽ ഉണ്ട് 3 എണ്ണം ഉള്ളൂ കേട്ടോ. ഓർത്ത് നോക്ക്. എസിന് ഒരെണ്ണം, പിക്ക് എത്രയാ? 3. അത് കഴിഞ്ഞ് ഡിക്ക് എത്ര ഉണ്ടാവും? 5. അങ്ങനെയാണ് എഫിന് എത്ര ഉണ്ടാവും? ജിക്ക് എത്ര ഉണ്ടാവും? 9. കണ്ടോ? ഒരു ഓർഡർ കിട്ടിയല്ലോ. എത്രയാ? 1 3 5 അല്ലെ? അങ്ങനെയാ വരുന്നത്. അപ്പോ നമ്മൾ പറയുമ്പോൾ ഹൈബ്രിഡൈസേഷൻ പറയുമ്പോൾ 5 ഉണ്ടല്ലോ, ഒരു എസ് കണ്ടോ? ട്രിക്ക് പഠിച്ചാൽ മതി. ഒരു എസ് PCl5 അല്ലേ? 5 ആണ്. ഇത് കണ്ടോ 5. ഒരു എസ്. എത്ര പി ആണ് മാക്സിമം ഉള്ളത്? 3 പി. sp3 പിന്നെന്ത് എടുക്കുക? ഡി. കണ്ടോ? D1 sp3 ഡി. IF7 എന്തായിരിക്കും എന്ന് പറഞ്ഞു. ആ ട്രിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ IF7 കണ്ടോ? 7 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെച്ചു. ഇനി പറ. sp3 d3 7 അല്ലേ? sp3 d3 കണ്ടോ? ഓർത്ത് പോകാം. അങ്ങനെ ട്രിക്ക് വെച്ച് കൊണ്ടുപോകണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിച്ചിരിക്കുന്ന SF6 ഷേപ്പ് ഓർമ്മയുണ്ടോ? ഒക്ടാഹെഡ്രൽ അല്ലെ? ശരിക്കും സ്ക്വയർ ബേസ് ഉള്ള 2 പിരമിഡ്, അതാണ് 8 ഫേസ് വരും. അതുകൊണ്ട് അതിനാ ഒക്ടാഹെഡ്രൽ. sp3 d2 ഹൈബ്രിഡൈസേഷൻ. അപ്പൊ അത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത് ഹൈബ്രിഡൈസേഷനും VSEPR തിയറിയും. അത് കഴിഞ്ഞ VBT വാലൻസ് ബോണ്ട് തിയറി, ദെൻ ഓർബിറ്റൽ ഓവർലാപ്പിംഗ് കൺസെപ്റ്റ്. അത് കഴിഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആ ചാപ്റ്ററിൽ MOT മോളിക്കുലർ ഓർബിറ്റൽ തിയറി. മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിൽ എന്തായിരുന്നു? സിഗ്മ 1s2, പിന്നെന്തായിരുന്നു? സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, പിന്നെന്ത് വരും? പൈ 2px ഈക്വൽ ടു പൈ 2py. അത് കഴിഞ്ഞ പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py അല്ലെ? ഓർത്ത് നോക്കാം. അങ്ങനെ പിന്നെന്തായിരിക്കും? സിഗ്മ സ്റ്റാർ 2pz കണ്ടോ? ഓർത്ത് നോക്കാം. അങ്ങനെ വെക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. നമുക്ക് എക്സാം ഒക്കെ എത്തുന്നതിന് മുമ്പ് ഒരു ഫുൾ ഡേ ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പഠിക്കാൻ പറ്റും. പക്ഷെ ഭയങ്കര ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അപ്പൊ അത് ഇങ്ങനെ നിങ്ങളെ പാകപ്പെടുത്തി വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ ചാടി പോകും. ദൈവം ഈ ദുഷ്ടനെടുത്ത് രക്ഷയുണ്ടാക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. നിങ്ങൾക്കൊന്ന് മൈൻഡ് സെറ്റ് ആയി വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മുതൽ ഈ ടോപ്പിക്കിന്റെ കണ്ടന്റ് പറയും. എന്നിട്ട് ഇത് ഇയാൾ ഇവിടെ വന്നിട്ട് ആ ടോപ്പിക്കിന്റെ കണ്ടന്റ് ഇങ്ങനെ ബോട്ടിൽ അപ്പൊ എന്തെങ്കിലും തെറ്റിച്ച് കഴിഞ്ഞാൽ പറയാം. പക്ഷെ എനിക്ക് ഭയങ്കര ഹാർഡായിട്ടുള്ള പരിപാടിയാണ്. കാരണം എന്താ? കുറേ റിപ്പീറ്റേഷൻ ചെയ്യേണ്ടി വരും. മനസ്സിലായി? നിങ്ങളല്ലാതെ ഒറ്റ ദിവസം അങ്ങനെ ഒരു 10 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് സെൽഫായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. കാരണം എന്താ? അത്രയ്ക്ക് അസിസ്റ്റൻസ് വേണ്ട ഒരു പരിപാടിയാണ് ആക്ച്വലി. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ചെയ്യും കേട്ടോ. കുറച്ചും കൂടി കഴിയട്ടെ എന്ന് കരുതിയിട്ടാണ് ഏകദേശം ഒരു ചാപ്റ്റേഴ്സിന്റെ പോർഷൻസ് തീരുമ്പോൾ റിവിഷൻ ആയിട്ട് തുടങ്ങും. ഇതൊന്നും ഒരു ഓർഡറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത എന്താ? കറക്റ്റ് ഓർഡറിൽ കിട്ടണം ഇങ്ങനെ. അത് കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക് എന്തായിരുന്നു? MOT കഴിഞ്ഞാൽ ലാസ്റ്റ് ടോപ്പിക് ആർക്കെങ്കിലും കിട്ടുമോ നോക്കട്ടെ. അല്ല, MOT കഴിഞ്ഞിട്ട് MOT മോളിക്കുലർ ഓർബിറ്റൽ തിയറി കഴിഞ്ഞ് 4th ചാപ്റ്റർ ഹൈഡ്രജൻ ബോണ്ട്. അത് തന്നെ. ഓക്കെ, ഹൈഡ്രോ പറയുമ്പോൾ ഞാനിപ്പോ പറയുന്നത് ഹൈഡ്രജൻ ബോണ്ട് കേട്ടോ. അതാണ് ആ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റത്തെ ടോപ്പിക്. ഹൈഡ്രജൻ ബോണ്ടിങ്. 2 ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടും ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടും. ഇവിടെ ഓർത്ത് നോക്കാം. അങ്ങനെ 4 ചാപ്റ്റർ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് 5th ചാപ്റ്റർ. 5th ചാപ്റ്ററിന്റെ പേരെന്താ? തെർമോ ഡൈനാമിക്സ്. തെർമോ മീൻസ് ഹീറ്റ് ആണ് അല്ലെ? ഡൈനാമിക് മീൻസ് മൂവ്മെന്റ്. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് ഹോട്ട് വാട്ടർ ഇവിടെ വെക്കുക അല്ലെ? ആ ഹോട്ട് വാട്ടർ എന്ന് പറയുന്നത് എന്റെ അണ്ടർ ഒബ്സർവേഷനിലാണ്. എനിത്തിങ് അണ്ടർ ഒബ്സർവേഷൻ കൺസിഡർ ആസ് ആൻ എ സിസ്റ്റം അല്ലെ? ഓർത്ത് നോക്കാം. സറൗണ്ടിങ് എന്ന് പറയുന്നത് ബാക്കി യൂണിവേഴ്സ് ആണ് ആക്ച്വലി വരുന്നത്. 3 ടൈപ്പ് ഓഫ് സിസ്റ്റം എന്തൊക്കെയാ? ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ് വരുന്നത്? സ്റ്റേറ്റ് ഫംഗ്ഷൻ. നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചതാണ്. സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലെ? ഓർത്ത് നോക്കുക. സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലെ? ഏതൊക്കെയായിരുന്നു? പ്രഷർ, വോളിയം കേട്ടോ. ഓർത്ത് നോക്കുക. സ്റ്റേറ്റ്, ഗ്യാസിന്റെ സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്യുന്നു കേട്ടോ. ഓർത്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇക്വേഷൻ എന്തായിരുന്നു? ലാസ്റ്റ് ക്ലാസ്സിൽ എല്ലാവരെ കൊണ്ട് ഇക്വേഷൻ എഴുതിപ്പിച്ചാണ് കേട്ടോ. ഇയാൾ ഉണ്ടായില്ല കേട്ടോ. ഓർത്ത് നോക്കാം. ഒരുമിച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടായിരുന്നോ? അത് വേറൊരു ക്ലാസ്സിൽ ഉണ്ടായിരുന്നു അല്ലെ? ഏതൊരു ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? അന്ന് കുറച്ച് വന്നിട്ടുള്ളൂ. അവന്റെ ഓൺലൈനിലായിരുന്നു അല്ലെ? അപ്പൊ ഓർത്ത് നോക്കുക. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇക്വേഷൻ ഞാൻ പറയിപ്പിക്കോട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്താണ്. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q പ്ലസ് W കേട്ടോ. ഓർത്ത് നോക്കുക. Q പ്ലസ് W. Q എന്തായിരുന്നു? Q പോസിറ്റീവ് ആകുന്നത് എപ്പോഴാ? വർക്കല്ല, അത് W അല്ലേ?
ക്യൂ പോസിറ്റീവ് ആവുന്ന എപ്പോഴാ? ഹീറ്റ് അബ്സോർബ് ചെയ്യും. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അതിന് വിളിക്കുന്ന പേര് എൻഡോതെർമിക്. കേട്ടോ, ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ക്യൂ പോസിറ്റീവ് ആകും, എൻഡോതെർമിക്. എങ്ങനെയാ? സറൗണ്ടിങ് ടു ദ സിസ്റ്റം. ക്യൂ നെഗറ്റീവ് ആകുന്ന എപ്പോഴാ? എക്സോതെർമിക്. ഹീറ്റ് അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യും അല്ലെ, ഓർത്ത് വെക്കാം. സിസ്റ്റം ടു സറൗണ്ടിങ്. വർക്ക് ഉണ്ട് W. അപ്പോ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് W. ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജി. ക്യൂ പ്ലസ് W ഫസ്റ്റ് ഇക്വേഷൻ അല്ലെ, ഓർത്ത് വെക്കുക. Then W work done ആണ്. Work on the system. അല്ലെ, by the system നെഗറ്റീവ്. കേട്ടോ, സിസ്റ്റം വർക്ക് ചെയ്യാണ് ആക്ച്വലി വരുന്നത്. കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ കേട്ടോ, ക്ലാസ് വരാത്ത ആൾക്കാര് ആ നോട്ട് കേട്ടോ ഓർത്ത് നോക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാത്തിനും ഇട്ടിട്ടുണ്ട്. കേട്ടോ, ഓർത്ത് നോക്കാം. അത് കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് നോക്കുക. നോട്ടും വേണം. കേട്ടോ, ഓർത്ത് നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി സ്റ്റഡി സെക്ഷൻസ് വെക്കുന്ന സമയത്ത് ഒരു ടീമായിട്ട് പോകാൻ പറ്റുള്ളൂ. അതർവൈസ് ഇപ്പൊ ഇയാൾക്ക് കിട്ടുന്നില്ലെങ്കിൽ പോലും ആ ആൾക്ക് വേണ്ടി ബാക്കി ആൾക്കാർ സഫർ ചെയ്യേണ്ടി വരും. കാരണം അല്ലാതെ ഇവിടെ ഇട്ട് പോകാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ ടൂർ പോവാണ്, ഇയാൾ നടക്കൂല, എന്നാ പിന്നെ കാട്ടിലിട്ടിട്ട് പോവാം, അങ്ങനെ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മളൊരു ടീമായിട്ട് ഒരു ക്ലാസ് ആണെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാവും അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ ഒരു എന്താണ് ടീമായിട്ടാണ് ആക്ച്വലി വരുന്നത്. ബാക്കി എല്ലാവരും സഫർ ചെയ്യേണ്ടി വരും അല്ലെ. ഇപ്പൊ ഇയാൾക്ക് വയ്യെങ്കിൽ നമ്മൾ ബാക്കി എല്ലാവരും കൂടി എന്ത് ചെയ്യേണ്ടി വരും? നിൽക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഓർത്ത് നോക്കുക, ഒരാളില്ലാതെ പോകാൻ പറ്റില്ല. ഇൻഡിവിജ്വലി പറയിപ്പിക്കും. മനസ്സിലായോ? കുറച്ചും കൂടി ടോപ്പിക് എടുത്തിട്ട് വേണം ആ ഒരു പ്രോസസ്സ് തുടങ്ങാൻ. അങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് ഒരു രസം ഉണ്ടാവുള്ളൂ. കേട്ടോ, ഓർത്ത് നോക്കാം. എങ്കിൽ മാത്രം ഗ്രൂപ്പ് സ്റ്റഡി അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരു ട്യൂഷന്റെ ഒരു എഫക്ട് വരുള്ളൂ. കേട്ടോ, എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഒരു ചെറിയൊരു സ്ഥലത്ത് പെർഫോം ചെയ്ത് പഠിക്കുക അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു പാട്ട് പാടാൻ ചെയ്യാൻ അറിയണമെങ്കിൽ ആദ്യം ഒരു 100 പേര് അല്ലെങ്കിൽ വലിയൊരു ഓഡിറ്റോറിയത്തിൽ പോയല്ല പ്രാക്ടീസ് ചെയ്യുക അല്ലെ. നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്തൊക്കെ പറഞ്ഞാൽ അവർക്ക് അപ്രിസിയേഷൻ, അവരുടെ നെഗറ്റീവ് ഒക്കെ അടിച്ച് അതിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്യും അല്ലെ. ഓർത്ത് കുറെ പേര് കളിയാക്കും, ചിലപ്പോൾ അതിനേക്കാളും ബെറ്റർ ആക്കും, അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെയാണ് ചെറിയ സ്ഥലത്ത് നിങ്ങൾ കയറി വരണം. കേട്ടോ, ടൈം ഉണ്ട്. അടുത്ത ഇക്വേഷൻ. ഞങ്ങൾ ആർക്കെങ്കിലും പാട്ടൊക്കെ പാടാൻ അറിയോ? ഞങ്ങൾ അങ്ങനെ ചെയ്യാറൊക്കെ ഉണ്ട് അല്ലേ. ഓക്കെ, ഇടയ്ക്ക് നമുക്ക് അങ്ങനെയൊക്കെ മാറ്റാം കേട്ടോ, ഓർത്ത് നോക്കാം. കലാകാരന്റെ ലുക്ക് ഉണ്ട് അല്ലേ. എന്താണ് ചെയ്യാറ്? പാട്ട് പാടും അല്ലേ. ഓക്കെ, ഒന്ന് പാടണം കേട്ടോ, ഒരു കുറച്ച് ചെയ്യുമ്പോൾ കേട്ടോ. കാരണം എന്റെ ക്ലാസ് ഭയങ്കര ഡ്രൈ ആണ്. ഏതെങ്കിലും ഒരു പാട്ട് നല്ലത് കേട്ടോ, കുറച്ച് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ അത് ഫുൾ ഡേ ക്ലാസ് വെക്കണ സമയത്ത് ഭയങ്കരമായിട്ട് ചെയ്യും അങ്ങനെ കേട്ടോ. ഒരു രസമായിരിക്കും. അല്ല അത് ഈ കെമിസ്ട്രി ഒക്കെ കേട്ട് തലയൊക്കെ വെക്കുമ്പോൾ തന്റെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓർത്ത് വെക്കാം. ഒന്നും ആലോചിച്ച് വെച്ചു കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ വെക്കാം. ഡെൽറ്റ ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് W. കേട്ടോ, ഓർത്ത് വെക്കാം. സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു? W ഈസ് ഈക്വൽ ടു മൈനസ് P ഡെൽറ്റ V. കേട്ടോ, ഓർത്ത് നോക്കുക. ഒരു സിലിണ്ടർ വെച്ചിട്ട് ആ സിലിണ്ടറിൽ പ്രഷർ കൊടുക്കുമ്പോ അവിടെ വരുന്ന ചേഞ്ച് കേട്ടോ, ഓർത്ത് നോക്കുക. എയർ പമ്പ് അറിയാലോ അല്ലെ. അതിങ്ങനെ കൊടുക്കുന്ന സമയത്ത് കൈവിട്ട് എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കൊടുത്ത് കഴിയുന്ന സമയത്ത് കൈവിട്ട് കഴിഞ്ഞാൽ താഴത്തേക്ക് പോകും ഇല്ല. നോർമൽ ഒരു ഓപ്പോസിറ്റ് പ്രഷർ വരില്ലേ, ഓർത്ത് നോക്കുക. അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഇങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നത് P അല്ലേ, പ്രഷറാണ് ആക്ച്വലി കൊടുക്കുന്നത്. ആ പ്രഷറിനെ നമ്മൾ W കൺവേർട്ട് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ പ്രഷർ ചേഞ്ച് ഇൻ വോളിയം. അതിന്റെ ഡെറിവേഷൻ ആണ് അവിടെ വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കുക. W ഈസ് ഈക്വൽ ടു മൈനസ് P ഡെൽറ്റ V. കേട്ടോ, ഓർത്ത് നോക്കുക. ദെൻ വേറൊരു ഇക്വേഷൻ ഉണ്ട്, W റിവേഴ്സ് ഈസ് ഈക്വൽ ടു അല്ലെ എന്തായിരുന്നു? മൈനസ് 2.303 NRT log VF ഡിവൈഡഡ് ബൈ V ഇനീഷ്യൽ കിട്ടാൻ വേണ്ടിട്ടാ ചോദിക്കോട്ടോ, ഓർത്ത് നോക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. മൈനസ് 2.303 NRT log V ഫൈനൽ ഡിവൈഡഡ് ബൈ V ഇനീഷ്യൽ. കേട്ടോ, ഓർത്ത് നോക്കുക. ദെൻ തേർഡ് ചാപ്റ്റർ പറയണം ഫസ്റ്റ് അതാണ് ഏതാ ചോദിച്ചോ. ലോഗ് നിങ്ങൾക്ക് വാല്യൂ തരും കേട്ടോ, ഓർത്ത് നോക്കാം. പേടിക്കണ്ട കേട്ടോ, ലോഗിന്റെ വാല്യൂ തന്നോളൂ. ഇനി നെക്സ്റ്റ് തേർഡ് ഇക്വേഷൻ ആയിട്ട് വരുന്നത് എന്തായിരുന്നു? ആക്ച്വലി മെയിൻ ഇക്വേഷൻ ഡെൽറ്റ H ഈക്വൽ ടു എന്തായിരുന്നു? ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V. കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് ഡെൽറ്റ H അനദർ ഇക്വേഷൻ ഉണ്ട്, ഡെൽറ്റ H ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ NGRT. കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് ഫോർത്ത് ഇക്വേഷൻ എന്തായിരുന്നു? CP മൈനസ് CV ഈക്വൽ ടു R. ലാസ്റ്റ് ക്ലാസ്സിലും ഇതൊക്കെ എഴുതിയതാണെന്ന് എനിക്ക് അറിയാം. നിങ്ങളെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് വേണം കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് ഫിഫ്ത് ഇക്വേഷൻ നമ്മൾ നോക്കിയത് എന്തായിരുന്നു? എന്തായിരുന്നു? Q ഈക്വൽ ടു C ഡെൽറ്റ T. അത് വരുന്നത് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ ആണ് കേട്ടോ, ഹീറ്റ് കപ്പാസിറ്റി. ദെൻ സിക്സ് ഇക്വേഷൻ ഡെൽറ്റ S ഈസ് ഈക്വൽ ടു
ഡെൽറ്റ എച്ച് ബൈ ടി അല്ലെങ്കിൽ ക്യൂ റിവേഴ്സ് ഡിവൈഡ് ബൈ ടി കേട്ടോ ഓർത്ത് നോക്കുക. ദെൻ സെവൻത് ഇക്വേഷൻ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇതിന്റെ കണ്ടീഷനൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയാണ് അല്ലെ. ഓർത്ത് നോക്കുക. ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. വൺ മോർ ഇക്വേഷൻ ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് 2.303 ആർ ടി ലോഗ് കെ സി. ഓർത്ത് നോക്കുക. ഒന്ന് സെറ്റ് ചെയ്ത് പോണം കേട്ടോ. ഓർത്ത് നോക്കുക. റാൻഡായിട്ട് ചോദിച്ചു കൊണ്ടുപോകും കേട്ടോ. ഓർത്ത് നോക്കുക. ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതിയാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർ ഇവിടെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഇവിടെ ഉണ്ടായില്ല. ഓക്കെ കേട്ടോ. നിങ്ങളുടെ അടുത്ത് ലാസ്റ്റ് എന്തായാലും ചോദിക്കും. ഫുള്ള് പറയണം. ബാക്കി ആൾക്കാരുടെ അടുത്ത് റാൻഡായിട്ട് ചോദിക്കും കേട്ടോ. ഓർത്ത് നോക്കുക. അവിടെ നിന്ന് പറഞ്ഞു ഫസ്റ്റ് 4 ഇക്വേഷൻ കിട്ടണം കേട്ടോ. ഫസ്റ്റ് 4 നിങ്ങളൊന്ന് പഠിച്ചോ കേട്ടോ. ഓർത്ത് നോക്കുക. ഇതിലെ ടേം ഒക്കെ പറഞ്ഞുതരാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എഴുതിപ്പിച്ചാണ് ചെയ്തത് അല്ലേ. ഓർത്ത് നോക്കാം. മതി കേട്ടോ. അടുത്ത കണ്ടിന്യൂഷൻ. ഡെൽറ്റ ജി ഈക്വൽ ടു നെക്സ്റ്റ് അടുത്ത ആള് ഫസ്റ്റ് 4. മതി. ഫസ്റ്റ് 4 ആയല്ലോ. പറഞ്ഞോടി ഉണ്ട്. അല്ല ഡബ്ല്യു റിവേഴ്സ് എന്നുണ്ട് കേട്ടോ. സോറി റിവേഴ്സ് കേട്ടോ. റിവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ പ്രഷർ കൊടുക്കൂലേ, റിവേഴ്സ് വരില്ലേ, അങ്ങനെയുള്ള സിസ്റ്റത്തില് അവര് എന്ത് കൊടുക്കും? ഇന്റഗ്രേഷൻ കൊടുക്കും കേട്ടോ. ഓർത്ത് നോക്കാം. അതിന് ഇന്റഗ്രേഷൻ ചെയ്യുന്ന ചോദിച്ചു മോനെ. തേർഡ് ഇക്വേഷൻ ഇത് രണ്ടും സെയിം അല്ലേ. ഇവിടെ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാല് ഇത് പി ഡെൽറ്റ വി ആണ്. പ്രഷർ ചേഞ്ച് ഇൻ വോളിയം. ചിലപ്പോൾ ഒരു പ്രഷറും വോളിയം തരൂല. അങ്ങനെ തരാതിരിക്കുമ്പോൾ ഗ്യാസിന് കൊടുക്കുന്ന ഇക്വേഷൻ ആണത്. ഇതൊരു യൂണിവേഴ്സൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്ന പി വി ഈക്വൽ ടു എൻ ആർ ടി എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൽ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഇല്ല ഇപ്പൊ. ആ ചാപ്റ്റർ ഡിലീറ്റഡ് ആയിപ്പോയി. അതിൽ നിന്ന് വരുന്ന ഡെറിവേഷൻ ആണ് കേട്ടോ. ഓർത്ത് നോക്കാം. എന്റെ കൊച്ചു ഡെറിവേഷൻ ഉണ്ട് നമുക്ക്. ഇതിൽ നിന്ന് ഇത് എങ്ങനെയാവണേന്ന് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അതവിടെ പറയുന്നതാണ് ഈ പി വി ഈക്വൽ ടു എന്തിന് ഈക്വലന്റ് ആണ്? ഐഡിയൽ ഗ്യാസിന് ഈക്വലന്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് ഗ്യാസ്, ഈ ജി എന്ന് പറഞ്ഞ ഗ്യാസ് എന്നാണ് അർത്ഥം കേട്ടോ. ഡെൽറ്റ എൻ എന്ന് പറഞ്ഞ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് കേട്ടോ. അപ്പൊ ഓർത്ത് നോക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ് കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെയാണ് ഈ ഡെൽറ്റ എൻ കിട്ടുന്നത്. ആറ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. വാല്യൂ എത്രയായിരുന്നു? 8.314 അല്ലെ. ടി ടെമ്പറേച്ചർ ഇൻ കെൽവിൻ കേട്ടോ. ഓർത്ത് നോക്കാം. ആറിന് 2-3 വാല്യൂ ഉണ്ട് കേട്ടോ. അതില് ജനറലി നമ്മൾ ജൂളിനൊക്കെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് 8.314. അല്ലെങ്കിൽ നമ്മൾ 0.813 കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ ഉപയോഗിച്ച് പോകും. ഇത്രയാണോ ഓർത്ത് നോക്കേണ്ടത് കേട്ടോ. ഓർത്ത് നോക്കാം. മോനല്ലേ പറഞ്ഞോണ്ടിരുന്നത്? പറഞ്ഞല്ലോ. സി പി മൈനസ് സി കൂടി ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് അല്ല അതല്ല എനിക്ക് വേണ്ട. ഇവിടെ ഫിഫ്ത്ത് മുതൽ ക്യൂ ഈക്വൽ ടു അവിടെ നിൽക്കുക. ക്യൂ ഈക്വൽ ടു C delta T, delta S is equal to delta H by T, delta G equal to H minus T delta S, G equal to minus 2.303 RT log Kc. കേട്ടോ. ഓർത്ത് നോക്കാം. Then first 4. Delta U plus W. W equal to minus P delta V. W reverse equal to minus 2.303. And RT log VF by VI. Secondary. Delta H equal to delta U plus P delta V. P delta V. Delta H equal to delta H plus T. Delta NCRT. Delta NCRT പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ കേട്ടോ. ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ആർ എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. അതിന്റെ ഒരു ഫിക്സഡ് വാല്യൂ ആണ്. നിങ്ങൾക്ക് എക്സാമിന് തരും അത് കേട്ടോ. ഓർത്ത് നോക്കാം. നോർമലി അതിന്റെ വാല്യൂ 8.314 ആണ്.
എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ചോദിച്ചോ മോനെ ഏതാ? അങ്ങനെ ചോദിക്കും. പിന്നെ ഇതിൽ ഒരു ഡെറിവേഷനും വരും കേട്ടോ, ഓർത്ത് വെക്കാം കണ്ടോ. അപ്പോ ഇത് ഒരെണ്ണം തന്നിട്ട് അല്ലേ പെട്ടെന്ന് ഈസി ആയിട്ട് അത് കണ്ടെത്താനും പറ്റും കേട്ടോ. പക്ഷെ ആ ഇക്വേഷൻ അറിയില്ലെങ്കിൽ കിട്ടും കേട്ടോ, അർത്ഥം. ഫസ്റ്റ് മുതൽ Q plus W first. അത്ര മതി. ഫസ്റ്റ് 4 പറഞ്ഞല്ലോ. ഓക്കെ, നെക്സ്റ്റ് ബാക്കില അവിടെ നോക്കാം. നെക്സ്റ്റ് ലാസ്റ്റത്തെ 4 കേട്ടോ. ഫസ്റ്റ് 4 പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് 4 NRT log R. ഓക്കെ, വെരി. ബാക്കിയും കൂടി നോക്കണം കേട്ടോ, പുറത്ത് നോക്കാം. ഫസ്റ്റ് 4 ആണോ ലാസ്റ്റ് 4 ആണോ പറയണ്ടേ? ഓക്കെ, ഫസ്റ്റ് 4. W reverse is equal to delta H is equal to delta E plus delta P delta V. C. Delta H is equal to delta U plus delta NGR. RT ലാസ്റ്റ് C. CP minus CBC. കേട്ടോ, നീറ്റായിട്ട് പഠിച്ചാൽ മതി. ഓർത്ത് നോക്കാം. എന്തിനാ ഇങ്ങനെ പറയണെന്ന് പറഞ്ഞാലേ, നിങ്ങൾ ഓരോ ചാപ്റ്റർ പഠിക്കുന്ന സമയത്തും വളരെ കുറച്ച് കണ്ടന്റ് ഉള്ളൂ. ആ കണ്ടന്റ് അൾട്രാ എന്ന് പറഞ്ഞാൽ ഇതുപോലെയല്ല നല്ല ക്ലിയർ ആയിട്ട് പഠിക്കുക. അത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് പഠിക്കുക, മാർക്ക് കിട്ടും. കുറെ ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാനും പറ്റും. ഇനി ഓർത്ത് നോക്കാം, കണ്ടന്റ് എത്ര കയറിയിട്ടും കാര്യമില്ല, ക്വസ്റ്റ്യൻസ് വെറൈറ്റി ആയിക്കൊണ്ടിരിക്കും. മനസ്സിലായി? ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുമ്പോൾ അതിന്റെ വ്യൂ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് കിട്ടത്തുള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. അതുകൊണ്ട് കണ്ടന്റ് വേഗം തീർക്കണം നമുക്ക് കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി നമ്മൾ നേരെ പുതിയ ചാപ്റ്ററിലേക്ക് പോവാണ് കേട്ടോ, ഓർത്ത് നോക്കാം. ചാപ്റ്ററിന്റെ പേര് എഴുതി വെക്കുക കേട്ടോ, ഓർത്ത് നോക്കാം. സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് ആണ്. സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കില് നിങ്ങൾക്ക് ഇനി ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാപ്റ്റർ കൂടി നമുക്കുള്ളൂ, ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് കേട്ടോ. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട്? റിഡോക്സ്, ഓർഗാനിക്, ഹൈഡ്രോ കാർബൺ കേട്ടോ, ഓർത്ത് നോക്കാം. റിഡോക്സ്, ഓർഗാനിക്, ഹൈഡ്രോ കാർബൺ കേട്ടോ. അപ്പൊ നമുക്ക് ഇനി 4 ചാപ്റ്റേഴ്സ് ആണ് മെയിൻ ആയിട്ട് പെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോ റിഡോക്സ് ഒക്കെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ് കേട്ടോ, പെട്ടെന്ന് തീരുന്ന ചാപ്റ്റേഴ്സ് ആണ്. പക്ഷെ ഈ ചാപ്റ്റർ ഇത്തിരി സ്കൂളിലൊക്കെ ചിലപ്പോൾ ഫാസ്റ്റ് ആയിട്ട് എടുക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ നീറ്റ് ആയിട്ട് എടുക്കും കേട്ടോ, ഓർത്തോ. കാരണം അത് അടുത്ത വർഷത്തേക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ, ഓർത്തോ. കാരണം പല സ്കൂളിലും കാണിക്കുന്ന ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലാസ്റ്റ് ചാപ്റ്റർ ലാസ്റ്റ് എടുക്കും. അങ്ങനെ എടുക്കുമ്പോൾ പെട്ടെന്ന് സമയം ഇല്ലെങ്കിൽ വേഗം എടുത്ത് പോകും. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ, ഓർത്തോ. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഒന്ന് കയറ്റിയെടുക്കുന്നത്. ഹെഡിങ് എഴുതി കേട്ടോ. ഓർഗാനിക് കെമിസ്ട്രി, സം ബേസിക് പ്രിൻസിപ്പിൾ ആൻഡ് ടെക്നിക്സ്. ഓർഗാനിക് കെമിസ്ട്രി നമുക്ക് ടോട്ടൽ 9 ചാപ്റ്റർ ആണ്. അപ്പൊ 8ാമത്തെ ചാപ്റ്റർ കേട്ടോ, യൂണിറ്റ് 8. ഓർഗാനിക് കെമിസ്ട്രി, സം ബേസിക് പ്രിൻസിപ്പിൾ ആൻഡ് ടെക്നിക്. ഈ ചാപ്റ്ററില് ഫസ്റ്റ് ഏരിയ വരുന്നത് അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ കാർബൺ എന്നൊക്കെ പറയുന്ന ഒരു ഏരിയയിലേക്ക് വരും. പക്ഷെ നമ്മൾ നേരെ കൊണ്ടുപോകുന്നത് ഇതിന്റെ ഒരു 3rd ടോപ്പിക്സ് ആണ്. ആ 3rd ടോപ്പിക്സിലാണ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് വരിക. നോമൻക്ലേച്ചറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം പഠിപ്പിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് 11ലെയും ഈ ചാപ്റ്ററിലെയും കറക്റ്റ് ഓർഡറിൽ പേരും കോമ്പൗണ്ടുകളും ഒക്കെ ക്ലിയർ ചെയ്യാനാണ് പോകുന്നത് കേട്ടോ, ഓർത്ത് നോക്കുക. കാർബണിന്റെ ആറ്റമിക് നമ്പർ എത്രയായിരുന്നു? 6 അല്ലെ. വാലൻസി 4. വാട്ട് യു മീൻ വാലൻസി? കമ്പൈനിങ് കപ്പാസിറ്റി. ഓർത്ത് വെക്കാം. ഈ കാർബൺ എന്ന് പറയുന്ന ഒരു എലമെന്റ് വെച്ചിട്ടാണ്, ഒന്ന് ആലോചിച്ച് നോക്കുക, +2 ഇത്രയും ചാപ്റ്റർ, 11th 2 ചാപ്റ്റർ ഇവിടെ ഓർത്ത് നോക്കാം. അങ്ങനെ ഒരു എന്താ പറയാ 7 ചാപ്റ്റേഴ്സ് 11th ഉം 12th ആയിട്ട് വരുന്നുണ്ട് ഒരു എലമെന്റിൽ നിന്ന്, ഒരു കാർബണിൽ നിന്ന്. നമുക്ക് പീരിയോഡിക് ടേബിൾ എത്ര എലമെന്റ് ഉണ്ട്? 1, 1, 8. അത് ഒരു എലമെന്റ് ഇത്രയും ഇമ്പോർട്ടൻസ് വരണമെങ്കിൽ
അതിന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിരിക്കണം. ആ സ്പെഷ്യൽ എന്തുകൊണ്ടാണ്? അതാണ് കാറ്റിനേഷൻ ആൻഡ് ടെട്രാവാലൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10th പഠിച്ചത് അല്ലെ, ഓർത്ത് നോക്കാം. കാർബൺ കാർബൺ ലോങ് ചെയിൻ ഫോർമേഷൻ അല്ലെ, ഓർത്ത് നോക്കാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാറ്റിനേഷൻ. അപ്പൊ പുതിയ പുതിയ കോമ്പൗണ്ടുകളൊക്കെ ഉണ്ടാക്കാനും ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും അല്ലെ. നിങ്ങൾ പിടിച്ചിരിക്കുന്ന ബുക്ക് ആരാണത്? കാർബൺ ആണ് അല്ലെ, ഓർത്ത് നോക്കാം. നിങ്ങൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് തൊട്ട് നോക്കുക, എന്താണ്? കാർബൺ കോമ്പൗണ്ട് ആണ്. സ്കിന്ന് തൊട്ട് നോക്കുക, അതെന്താണ്? പ്രോട്ടീൻ മോളിക്യൂൾ ആണ്. CONH2 അല്ലെ, കാർബൺ ആണ്. അവിടെ ഓർത്ത് നോക്കുക. അങ്ങനെ നമ്മൾ ലൈഫുള്ള എല്ലാം അല്ലെ, നിങ്ങൾ പിടിച്ചേക്കുന്ന മരം എന്താണ്? ആ വുഡ് ഉണ്ടല്ലേ, വുഡിന്റെ അല്ലേ നിങ്ങൾക്കുള്ള പാഡ്, അത് ഓൾറെഡി എന്താണ്? കാർബൺ ആണ്. ഇനി പിടിച്ചേക്കുന്ന ഈ ഇതില്ലേ, ഇല്ല മറ്റേ ബാഗ് ഉണ്ടല്ലോ, ബാഗ് പോളിമർ ആണ്. പോളിമർ എന്താണ് ആക്ച്വലി? പോളിമർ എവിടെ നിന്ന് ഉണ്ടാവുന്ന ആ ബാഗ് അല്ലെ? ആ സബ്സ്റ്റൻസ് എവിടെ നിന്ന് ഉണ്ടാക്കണേ? പ്ലാസ്റ്റിക് ഒക്കെ എവിടെ നിന്നാ കിട്ടണേ? പെട്രോൾ അല്ലെ, പെട്രോളിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതാണ് അത്. അപ്പൊ അതിലും എന്താണ്? കാർബൺ ആണ്. അപ്പൊ നോർമലി കാർബൺ എന്ന് പറയുന്നത് അല്ലെ വളരെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് ബേസിക്സ് ആയിട്ടുള്ള കാര്യമാണ് ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ കേട്ടോ. പക്ഷെ അതിന്റെയൊക്കെ സ്ട്രക്ചറും അതുപോലെ തന്നെ നോമൻക്ലേച്ചറും ഒരുമിച്ച് കൊണ്ടുപോകാം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ ഹെഡിങ് എഴുതി വെച്ചിട്ടുള്ളൂ. ആ ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ബേസിക്സും പെർഫെക്റ്റ് ആയിട്ട് പറയിപ്പിച്ചാണ് പോണേ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഫസ്റ്റ് അവിടെ എഴുതി വെക്കുക ഹൈഡ്രോ കാർബൺ. എഴുതി വെച്ചേ ഹൈഡ്രോ കാർബൺ ഹൈഫൺ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. ഹൈഡ്രോ കാർബൺ ഹൈഫൺ എന്നിട്ട് എന്ത് എഴുതണം? ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. ഹൈഡ്രോ കാർബൺ. ഹൈഡ്രജനും കാർബണും ഉള്ളതിനെയാണ് ഹൈഡ്രോ കാർബൺ എന്ന് വിളിക്കുന്നത്. അപ്പോ ഹൈഡ്രോ കാർബൺ ഏതൊക്കെയുണ്ട്? ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. അപ്പോ ഫസ്റ്റ് ഹെഡിങ് ആൽക്കെയിൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇത് നമ്മള് കേട്ടോ, ഇതേ ഹെഡിങ് ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ആപ്പിൽ ഉണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. പക്ഷെ ഇവിടെ നമുക്ക് ബേസിക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊണ്ടുപോകുന്നത് കേട്ടോ. ഓക്കെ, ആൽക്കെയിൻ. ആൽക്കെയിന്റെ ഫോർമുല എന്ന് പറയുന്നത് എന്തായിരുന്നു? ആൽക്കെയിൻ ജനറൽ ഫോർമുല. ഫസ്റ്റ് പോയിന്റ് ജനറൽ ഫോർമുല. എല്ലാവരും എഴുതണം കേട്ടോ. CnH2n+2 കേട്ടോ. ഞാൻ ചെക്ക് ചെയ്യും. ഇത് ഈ നോട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് ആവശ്യമാണ്. കറക്റ്റ് ഓർഡറിൽ റെഫറൻസ് ആയിട്ട് വെക്കണം കേട്ടോ, ഓർത്ത് വെക്കുക. കാരണം നിങ്ങൾ +2 ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ബുക്കിൽ പോയി നോക്കേണ്ടി വരും കേട്ടോ. ആ രീതിയിൽ റെഫറൻസ് വെക്കാനാണ് നോമൻക്ലേച്ചറിന്. CnH2n ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് ഒരു പോയിന്റ് എഴുതി വെക്കാം. വാട്ട് യു മീൻ ആൽക്കെയിൻ ഒന്ന് എഴുതി വെച്ചേ. സാച്ചുറേറ്റഡ് എഴുതി വെക്കുക. സാച്ചുറേറ്റഡ് hydrocarbon containing saturated hydrocarbon containing single bonded carbon atom. Saturated hydrocarbon containing single bonded carbon atom. Saturated hydrocarbon containing single bonded carbon atom. ഇനി നമ്മൾക്ക് പേരുകളാണ് പറയുന്നത് അല്ലെ. CH4 അല്ലെ. CH4 എന്ന് പറഞ്ഞാൽ അതിന്റെ പേരെന്തായിരുന്നു? മീഥേൻ കേട്ടോ, ഓർത്ത് നോക്കുക. CH4 മീഥേൻ എല്ലാവർക്കും അറിയാലോ. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ടൻ, ഡെക്ക് അല്ലെ, ഓർത്ത് നോക്കുക. മീഥേൻ CH4. അപ്പൊ അടുത്ത എന്തായിരിക്കും? ഒരെണ്ണത്തിന് മാത്രം അതുപോലെ എഴുതും കേട്ടോ, ഓർത്ത് നോക്കുക. C2H6 എന്തായിരിക്കും? ഈഥേൻ. അടുത്തെന്തായിരിക്കും? H8 എന്തായിരിക്കും? വേഗം എഴുതിക്കോട്ടോ, എല്ലാവരും എന്റെ ഒപ്പം എഴുതണം കേട്ടോ. പ്രൊപ്പെയിൻ. എന്റെ ഒപ്പം എഴുതണം കേട്ടോ. പ്രൊപ്പെയിൻ. C3H8 പ്രൊപ്പെയിൻ. കാരണം നിങ്ങൾക്ക് ബേസിക്സ് ആയിട്ട് അറിയാവുന്നതാണ്. C4H10 ബ്യൂട്ടെയിൻ. C5H12 പെന്റെയിൻ. എല്ലാവരും എഴുതണം. നിങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ ഇവിടെ വന്ന് ചെക്ക് ചെയ്യുന്ന രീതിയിൽ വേണം കേട്ടോ, ഓർത്ത് നോക്കുക. ഹെക്സെയിൻ. ഇതിന്റെ മാത്രം നമ്മൾ അറ്റം വരെ ഡെക്കേൻ വരെ എഴുതുള്ളൂ. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിന്റെയൊക്കെ ഒരു 3 വരെ എഴുതുള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. ഹെപ്റ്റെയിൻ.
കേട്ടോ, വേഗം എടുത്തെഴുതാം ഇത്രയും വരെ. കിട്ടുമല്ലോ, ഒന്ന് പറഞ്ഞു നോക്കിയേ. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. മീതേൻ, ഈതേൻ അങ്ങനെ വരെ. വേണ്ട, പേര് മാത്രം പറഞ്ഞാൽ മതി. മീതേൻ, പറഞ്ഞു. എല്ലാം ഒന്ന് മൈൻഡ് ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിട്ടാ. പെൻഡെയിൻ, ഹെക്സെയിൻ, ഹെപ്റ്റെയിൻ, ഡെക്കെയിൻ. കേട്ടോ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരുമിച്ച് നമുക്ക് പെട്ടെന്ന് പറയാം കേട്ടോ. നല്ല ലൗഡ് വോയിസിൽ പറയാം, നമുക്ക് ഫാസ്റ്റ് ആയിട്ട് കിട്ടണം. ഇത്രേ ഉള്ളൂ. ഹെപ്റ്റ് അപ്പൊ തന്നെ കിട്ടണം കേട്ടോ, ഓർത്ത് പോകുക. കാരണം ഇതില് നമുക്ക് വേണ്ടത് ഇനി ഇതിന്റെ ബ്രാഞ്ചും നോമൻക്ലേച്ചറും ഇന്റർ കണക്ഷനും ആയിട്ട് ഇങ്ങനെ കോംപ്ലക്സിറ്റിയിലേക്ക് കയറാൻ പോവാ. അപ്പൊ അതിന്റെ ബേസിൽ നിങ്ങൾക്ക് ഒരു എറർ വരരുത് കേട്ടോ, ഓർത്ത് പോകുക. ഇതിന്റെ ഫോർമുലയില് അപ്പൊ അതുകൊണ്ടാണ് അന്ന് വരുന്നത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു പ്രാവശ്യം പറയാം കേട്ടോ, ഓർത്ത് പോകുക. മീതേൻ, ഈതേൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ, പെൻഡെയിൻ, ഹെക്സെയിൻ, ഹെപ്റ്റെയിൻ, ഒക്ടെയിൻ, നൊനെയിൻ, ഡെക്കെയിൻ. കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് അടുത്ത ഹെഡിങ് ആൽക്കീൻ, ENE. നെക്സ്റ്റ് ഹെഡിങ് ആൽക്കീൻ. ജനറൽ ഫോർമുല CnH2n. ജനറൽ ഫോർമുല CnH2n. കേട്ടോ, ഓർത്ത് നോക്കുക. ഒരു 3 എഴുതിയാൽ മതി. ആദ്യത്തെ ഫസ്റ്റ് അല്ലെ ഒരു പോയിന്റ് എഴുതി വെക്കുക. എന്തായിരിക്കും? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. ജനറൽ ഫോർമുല എഴുതണം. ജനറൽ ഫോർമുല അത് കഴിഞ്ഞിട്ട് ആണ് അടുത്ത പോയിന്റ്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ കണ്ടെയ്നിങ്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ കണ്ടെയ്നിങ് അറ്റ്ലീസ്റ്റ് 1 double bonded carbon atom. At least 1 double bonded carbon atom. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആൽക്കീൻ വരുന്നത് ഈഥീൻ ആണ് അല്ലെ. കാരണം മിനിമം നമുക്കറിയാം 2 കാർബൺ എങ്കിലും വേണം അല്ലെ. അറ്റ്ലീസ്റ്റ് 1 ഡബിൾ ബോണ്ട് എങ്കിലും വേണം. അതുകൊണ്ട് ഈഥീൻ C2 എത്ര വരും? H4. കണ്ടോ, ഇതിന്റെ ഡബിൾ ആണ് 2n. കണ്ടോ, ഓർത്ത് നോക്കാം. C3H6. കണ്ടോ, ഓർത്ത് നോക്കാം. പ്രൊപ്പീൻ. മതി. ഇനി നിങ്ങൾക്ക് ഇതില് കാർബണിന്റെ സ്ട്രക്ചർ വരക്കുന്നതിൽ ഡൗട്ട് ഉണ്ടോ? ഒരു കാര്യം ചെയ്തേക്കാം. ബ്യൂട്ടീൻ എന്ന് നമുക്ക് നോക്കാം. C4H8. ഇവിടെ ശ്രദ്ധിക്കുക, ഇതിന്റെ ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഫസ്റ്റ് കാർബൺ ആണ് വരക്കേണ്ടത്. എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ. കേട്ടോ, ഓർത്ത് നോക്കാം. കാണാതെ പഠിക്കാൻ നോക്കരുത്. ദേ വരക്കുന്ന സ്റ്റൈല് നോക്കുക. 4 കാർബൺ. കേട്ടോ, ഓർത്ത് നോക്കാം. ഇൻഡിവിജ്വലി ഓരോ കാർബണും. അപ്പൊ ആദ്യം നമ്മൾ സിംഗിൾ ബോണ്ട് ഇട്ട് വരക്കുക കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇതേ റെഡിലാണ് ഞാൻ വരച്ചേക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഓർഡർ ആയിരിക്കണം പഠിക്കുന്നത്. കാരണം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള 2,2 ഡൈമീഥൈൽ ടെട്രാ മീഥൈൽ ഹെക്സനോൺ അങ്ങനെയൊക്കെ വരും. അപ്പോ ആ മോളിക്യൂൾസ് വരുമ്പോ കറക്റ്റ് ഓർഡറിൽ തിങ്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തെറ്റിപ്പോവും. മനസ്സിലായി? കാണാതെ ഒന്നും പഠിക്കാൻ പറ്റില്ല ഇത്. കേട്ടോ, ഓർത്ത് നോക്കാം. അതുകൊണ്ട് ആ മെത്തേഡ് ഫോളോ ചെയ്യുക. എത്ര വലിയ കോമ്പൗണ്ട്, ഏത് വികരനായാലും നിങ്ങൾ എന്ത് ചെയ്യണം? ആ പാരന്റ് ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? ഇതാണ് പാരന്റ് ചെയിൻ. അതിൽ എത്രയുണ്ട്? 4 ഉണ്ട്. ആ കാർബൺ ആണ് ആദ്യം വരച്ചത്. ഇനി നോക്കുക, ഇത് ഇത് ENE ആണ്. ആദ്യം ഇതുപോലെ വരക്കുക. അത് കഴിഞ്ഞിട്ട് ENE ആണ്. ENE വരുമ്പോ നിങ്ങൾക്ക് ഡബിൾ ബോണ്ട് കൊടുക്കാം. നോർമലി ഫസ്റ്റ് പൊസിഷനിൽ കൊടുക്കണം. കേട്ടോ, ഓർത്ത് നോക്കാം. സെക്കൻഡിൽ കൊടുത്താൽ അതിന്റെ പേര് എന്തായിരിക്കും? ബ്യൂട്ട് 2ENE ആയി മാറും. ബ്യൂട്ട് 2ENE. ഫസ്റ്റിൽ വന്നാൽ എന്ത് വിളിക്കും? 1ENE. 1ന് പറയണ്ട. മനസ്സിലായി? 1ന് 1ENE എന്നെടുത്ത് പറയേണ്ട ആവശ്യമില്ല. സെക്കൻഡിലാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് വരും? ബ്യൂട്ട് 2ENE ആവും. കേട്ടോ, ഓർത്ത് നോക്കാം. ബ്രാഞ്ച് ഒക്കെ വരാൻ പോകുന്നുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെയാണ് ഡബിൾ ബോണ്ട് കൊടുത്തത്. ഇനി H എങ്ങനെ ഫില്ല് ചെയ്യും? കാർബണിന്റെ വാലൻസി എത്രയാണ്? 4 ആണ്. അപ്പോ ഇവിടെ 1 2 അല്ലെ. ബാക്കി എത്ര 4 2 ഉണ്ട്.
ആ രണ്ടെണ്ണമാണ് എച്ച് ദേ ഇവിടെ കൊടുക്കുക, ഇവിടെ കൊടുക്കുക. ഓർത്ത് നോക്കുക. ഈ എച്ച് എടുത്ത് ഇവിടെ താഴ്ത്തു വെച്ചാലൊന്നും കുഴപ്പമില്ല. അപ്പൊ CH2 ആയി. കണ്ടോ? ഓർത്ത് നോക്കുക. ഇനി ഈ കാർബൺ എത്രയായിരിക്കും? ഒരു എച്ച്. ഡൗട്ട് ഉണ്ടോ? എന്തുകൊണ്ടാ? 1 2 3 അല്ലെ? 3 കഴിഞ്ഞു. റിമൈനിങ് എത്ര എച്ച് വേണം? കണ്ടോ? ഓർത്ത് നോക്കുക. മുകളിലോ താഴെയായിട്ട് കൊടുക്കാൻ വെച്ച്. ഇനി ഈ കാർബൺ കേട്ടോ 1 2 അല്ലെ? 3 4 കണ്ടോ? 2 എച്ച്. ഇനി ഈ കാർബൺ കണ്ടോ? ഓർത്ത് നോക്കുക. 1 ബോണ്ടാണ് കഴിഞ്ഞേക്കുന്നത്. അപ്പോ ഉണ്ടോ? 3. ഇനി നോക്കുക, ഓരോ ഇൻഡിവിജ്വൽ കാർബൺ ആറ്റത്തിന് ചുറ്റിനും 4 ഉണ്ട്. 4 ബോണ്ടുകൾ ഉണ്ട്. 1 2 3 4. ഇനി ആ ബോണ്ട് കൂടാനും പാടില്ല, കുറയാനും പാടില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് എക്സിസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് കാർബണ് സറൗണ്ടിങ് ആയിട്ട് എത്ര ബോണ്ട് ഉണ്ടായിരിക്കണം? 4 ബോണ്ട് മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം കേട്ടോ. ഓർത്ത് നോക്കാം. ഇതൊന്ന് വരച്ചേക്ക്. ബ്യൂട്ടീൻ. ബ്യൂട്ടീൻ ഒന്ന് സ്ട്രക്ചർ വരച്ചേക്ക്. ബ്യൂട്ടീൻ. നമ്മൾ നോമൻക്ലേച്ചർ തുടങ്ങുന്നത് തന്നെ ആദ്യം എന്താണ്? ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ, പിന്നെ ആൽക്കഹോൾ, ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്, ദെൻ അമൈഡ്, അമീൻ, എസ്റ്റർ, അങ്ങനെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഏകദേശം ഒരു 12 വരെ നമ്മൾ സ്ട്രോങ് ആക്കി നിർത്തും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നോമൻക്ലേച്ചറിന്റെ ഡീറ്റെയിലേക്ക് വരുന്നത്. നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് ഏകദേശം ഓർഡറിൽ തീർക്കാൻ പറ്റണം. അത്രേ ഉള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം എല്ലാ ടൈപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ്. പക്ഷെ ഫങ്ഷൻ ഗ്രൂപ്പ് ആയിട്ട് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാനൊന്നുമില്ല കേട്ടോ. ഓർത്ത് നോക്കാം. നോമൻക്ലേച്ചേഴ്സും അധികം ഇല്ല നിങ്ങൾക്ക്, പക്ഷെ കേട്ടോ ഓർത്ത് നോക്കാം. ഇനി നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം. ആൽക്കൈൻ YNE കേട്ടോ. ഓർത്ത് നോക്കാം. ആൽക്കൈൻ YNE. ആൽക്കൈൻ YNE. ആൽക്കൈൻ YNE. ജനറൽ ഫോർമുല CnH2n -2. CnH2n -2. ദെൻ ഫോർമുല വരുമ്പോ C2 എന്ത് വരും? H2 കേട്ടോ. C2H2. ഈത്തൈൻ കേട്ടോ YNE. ദെൻ അടുത്ത് എന്ത് വരും? പ്രൊപ്പൈൻ YNE അല്ലെ? C3H4 പ്രൊപ്പൈൻ. ദെൻ നെക്സ്റ്റ് ഇവിടെ എന്ത് വരും? ബ്യൂട്ടൈൻ അല്ലെ? ബ്യൂട്ടൈൻ. ബ്യൂട്ടൈൻ എങ്ങനെയായിരിക്കും വരുന്നത്? ഒന്ന് നോക്കിയേ. ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഈ ബ്ലാക്ക് കളറിലെ മാർക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് കൊടുക്കും. ട്രിപ്പിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട് ഫസ്റ്റത്തേന് കൊടുക്കണം. മിഡിൽ കൊടുത്താൽ അതിന്റെ പേര് മാറും കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ വരുമ്പോ ഇവിടെ എച്ച് കണ്ടോ? ഈ കാർബണിന് 3 + 1 4 ആയി. ഈ കാർബൺ ഓൾറെഡി എന്താണ് അല്ലെ? 1. പിന്നെ ഇവിടുത്തെ 3 ബോണ്ട്സ് വന്നു. ടോട്ടൽ 4 ഓൾറെഡി ഒബേ ചെയ്തു പോകുന്നു. ഉണ്ടോ? ഈ ഹൈഡ്രജൻ ഒക്കെ കറക്റ്റ് ആണോ നോക്കിയപ്പോ അല്ലെ? അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ഹൈഡ്രജൻ ഒക്കെ നമ്പർ കറക്റ്റ് ആയിട്ട് കിട്ടിക്കോളൂ. ബ്യൂട്ടൈൻ YNE ആണ്. ആൽക്കൈൻ YNE. ജനറൽ ഫോർമുല CnH2n -2. ഈത്തൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ. ഈത്തൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ. നെക്സ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് തുടങ്ങുന്നത്. അടുത്ത ഹെഡിങ് എഴുതി വെക്കുക. ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ്. What do you mean functional group? എന്ന് പറഞ്ഞാൽ എന്താ? ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം. ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം അറ്റാച്ച് ടു എ ഹൈഡ്രോകാർബൺ ചേഞ്ച് എൻഡയർ പ്രോപ്പർട്ടി. എൻഡയർ പ്രോപ്പർട്ടിയും എന്താവും? ചേഞ്ച് ആവും. അങ്ങനെ വരുന്ന ഗ്രൂപ്പ് ഓഫ് ആറ്റം ഓർ ആറ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ്. അല്ലാതെ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് വന്നു പോകുന്ന ആൾക്കാർ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആൾ വന്നു കഴിഞ്ഞാൽ ആ ടോട്ടൽ പ്രോപ്പർട്ടി തന്നെ മാറും അല്ലെ? അപ്പൊ ഞാൻ ഫുള്ള് പ്രോപ്പർട്ടി മാറും കേട്ടോ. ഞാനത് സിമ്പിൾ ആയിട്ട് നമ്മൾ 10th തമാശ പോലെ ഇങ്ങനെ പറയണതാണ്. ഒരു ഗ്ലാസ് പാലുണ്ട്. പാലെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മിൽക്കാണ്. അതിൽ ഞാൻ ഒരു ഡ്രോപ്പ് സയനൈഡ് ഒരു ഫങ്ഷൻ ഗ്രൂപ്പാ CN, അതിട്ടാൽ പിന്നെ അതിനെ പോയിസൺ എന്ന് പറയോ മിൽക്ക് എന്ന് പറയോ? എന്തിനും അങ്ങനെ പറഞ്ഞു? മിൽക്കിലൊരു അല്ലെ 99.9% മിൽക്കാണ്. പൊട്ടാസ്യം സയനൈഡ് ആണ് അല്ലെ? ഒരു ഡ്രോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ ഓർത്ത് വെക്കാം.
കംപ്ലീറ്റ് ആയിട്ട് ഡെത്ത് ആവും അല്ലെ. അപ്പൊ പിന്നെ അതിന് പോയിസണിനെ പറയുള്ളൂ, ഒരിക്കലും അതിന് മിൽക്കായിട്ട് പോലും നമ്മൾ കൺസിഡർ ചെയ്യില്ല. അതുപോലെ പ്രോപ്പർട്ടി എൻറ്റയർ ആയിട്ട് മാറും. അപ്പൊ ഈ ഹൈഡ്രോ കാർബൺ ഇങ്ങനെ ഇരിക്കുന്നു അല്ലെ, ഓർത്തു നോക്കുക, ആ എൻറ്റയർ പ്രോപ്പർട്ടി മാറാനായിട്ടുള്ള എബിലിറ്റി ഉള്ള ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെ. ഓർത്തു നോക്കുക, ഈഥെയിൻ ഗ്യാസ് ആണ്, അവിടെ ഒഴിച്ചു വന്ന ആൽക്കഹോൾ ആണ്, ഡ്രിങ്കിങ് പർപ്പസിന് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ. മീഥെയിൻ അല്ലെ, കത്തിക്കുന്ന വെറുതെ ഉള്ള ഗ്യാസ് ആണ് ആക്ച്വലി. അതിൽ ഒരു ഒഴിച്ചു വരുമ്പോൾ ആൽക്കഹോളായി, എൻറ്റയർ പ്രോപ്പർട്ടി മാറി അല്ലെ. ഓർത്തു നോക്കുക, അതിൽ ക്ലോറിൻ വന്ന എന്തായി അല്ലെ, ക്ലോറോ ഈഥെയിനായി, ഭയങ്കര വ്യത്യാസമായി. അങ്ങനെ ഓരോ ചേഞ്ചും ഓരോ ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുമ്പോഴും അതിൽ എൻറ്റയർ ഡിഫറെന്റ് ആയിട്ട് വരും. അപ്പൊ അതിൽ ആദ്യത്തെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഹാലജൻ ആണ്, ഹാലജൻ എന്ന് എഴുതുക കേട്ടോ. ഹാലജൻ ഫസ്റ്റ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ് കേട്ടോ, ഹാലജൻ. ഹാലജൻ എന്തൊക്കെയാണ്? ഹാലജൻ എന്നൊന്ന് എഴുതി വെക്കുക. 17th ഗ്രൂപ്പ് ആണ് ഹാലജൻസ്. ഏതായിരുന്നു? ഹാലജന ജനറലി റെപ്രസെന്റ് ചെയ്യുന്ന എക്സ് എന്നാണ് കേട്ടോ. ഓർത്ത് നോക്കുക, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഹാലജൻസ് വരുന്നത്. ഇനി എക്സാമ്പിൾ ആണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നോക്കുക, CH4 ആണ് മീഥെയിൻ. അതിന് പകരം ഒരു ഹൈഡ്രജൻ മാറിയിട്ട് ഇവിടെ Br ഇട്ടു. ഇതിന്റെ പേരെന്തായിരിക്കും? ബ്രോമോ മീഥെയിൻ കേട്ടോ. ഓർത്ത് നോക്കുക, ബ്രോമോ മീഥെയിൻ. ബ്രോമോ മീഥെയിൻ കേട്ടോ, വേഗം എഴുതി. ബ്രോമോ മീഥെയിൻ. ഇതായിരിക്കും ക്ലോറോ ഈഥെയിൻ കേട്ടോ. ഓർത്ത് നോക്കാം. എന്തായിരിക്കും? ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൽ ലോങ് ചെയിൻ ഇതാണ് 1 2 3. ഇതേ നോക്കിയേ, 1 2 3. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ് എവിടെ വരുന്നോ അതാണ് പൊസിഷൻ വെച്ച് പറയാം കേട്ടോ. അപ്പൊ എന്തായിരിക്കും എന്റെ പേര്? 2 അയഡോ പ്രൊപ്പെയിൻ കേട്ടോ. 2 അയഡോ എന്ന് പറഞ്ഞാൽ 2 അയഡിൻ എന്നാണോ മീനിങ്? അല്ല കേട്ടോ. ഓർത്ത് നോക്കുക, രണ്ടാമത്തെ പൊസിഷനിൽ എന്നാണ് അർത്ഥം കേട്ടോ. ഓർത്ത് നോക്കുക കേട്ടോ. 2 അയഡോ എന്ന് പറഞ്ഞാൽ 2 അയഡിൻ എന്നല്ല പറയുന്നത്. എന്താണ് ആക്ച്വലി അല്ലെ, സെക്കൻഡ് പൊസിഷനിലാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക, ഞാൻ ഫ്ലാറ്റില് 2B നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ 2 പോയാ സെക്കൻഡ് ഫ്ലോറിൽ അല്ലെ. അതുപോലെയാണ് ഓർത്ത് വെക്കേണ്ടത്, പൊസിഷൻ ആണെന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് വെക്കാം. ഇനി ഞാൻ ഫ്ലാറ്റിൽ നിന്നിട്ട് പറയാണ് ഞാൻ 0 എന്ന് കരുതി ഞാൻ 0 ആയി പോയോ? ഗ്രൗണ്ട് ഫ്ലോർ അല്ലെ. ഓർത്ത് വെക്കാം. അപ്പൊ ആ രീതിയാണ് ഓർത്ത് വെക്കേണ്ടത്. ഈ 0 എന്നൊക്കെ പറയുന്നത് ഒരു പൊസിഷനാണ് കേട്ടോ. ഓർത്ത് വെക്കാം ഫ്ലാറ്റിൽ വെക്കുമ്പോൾ. അല്ലാതെ ഞാൻ 0 എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഉണ്ടായില്ല എന്നുള്ള രീതിയിലാവും അല്ലെ. ഓർത്ത് വെക്കാം. മാത്തമാറ്റിക്കലി ഞാൻ 0 എന്ന് പറഞ്ഞാൽ അല്ലെ, 0 പോയി എന്ന് പറഞ്ഞാൽ പോയി അല്ലെ. ഓക്കെ, അപ്പൊ ഈ മെത്തേഡ് ഒന്ന് ഓർത്ത് വെക്കാം. 2 എന്തായിരിക്കും? അയഡോ കേട്ടോ. അയഡോ പ്രൊപ്പെയിൻ. 2 അയഡോ പ്രൊപ്പെയിൻ. എല്ലാ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ ഒരു 3 എക്സാമ്പിൾസ് നമുക്ക് കറക്റ്റ് ഓർഡറിൽ കിട്ടാം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓർത്ത് നോക്കാം. അടുത്ത സെക്കൻഡ് കേട്ടോ. 1 2 നമ്പർ എനിക്ക് വേണം കേട്ടോ. സെക്കൻഡ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ചോദിക്കും. നിങ്ങൾക്ക് ഐഡിയോ കറക്റ്റ് ഓർഡറിൽ എഴുതി പഠിക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കുക, ഓർഡറിൽ പറയിപ്പിക്കും കേട്ടോ. സെക്കൻഡ് ആൽക്കഹോൾ. ആൽക്കഹോൾ ആൽക്കഹോളിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇത് തന്നെ എക്സ് എന്ന് പറഞ്ഞ പോലെ ആൽക്കഹോളിനെ പറയുമ്പോൾ എങ്ങനെ പറയും കേട്ടോ? OH ആണ്. ഇനി നമ്മൾ പറയുമ്പോൾ ഈ ഹൈഡ്രോ കാർബണിനെ R ആക്കിയാണ് അവർ കൊടുക്കുന്നത്. ROH. ഇവിടെ ശ്രദ്ധിക്കുക, R എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവാം? ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ, അങ്ങനെയുള്ള ഏത് ഹൈഡ്രോ കാർബൺ വേണമെങ്കിലും വരാം. ROH അപ്പൊ OH ആയിട്ട് വരും കേട്ടോ. ഓർത്ത് നോക്കുക. R എന്ന് പറഞ്ഞാൽ എന്താ? കാർബൺ, ഹൈഡ്രോ കാർബൺ ചെയിൻ കേട്ടോ. ഓർത്ത് നോക്കുക. ROH. അവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം, OH വന്നാൽ ഓൾ എന്നാണ് ലാസ്റ്റ് കൊടുക്കേണ്ടത് കേട്ടോ. ഓൾ. അപ്പൊ ഇങ്ങനെ എഴുതി വെക്കണം. സഫിക്സ് ആയിട്ട് ഓൾ വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഓരോ പേരുകളും തുടങ്ങാം. CH3OH എന്തായിരിക്കും എന്റെ പേര്? CH3OH പറഞ്ഞേ. മെത്തനോൾ. CH3OH മെത്തനോൾ.
CH3CH2OH എന്തായിരിക്കും? എത്തനോൾ. എത്തനോൾ ഇവിടെ ഓർത്ത് നോക്കാം. CH3CH2OH എത്തനോൾ. ഓക്കെ. ഇനി ഇതിൽ തന്നെ കുറെ ടൈപ്പുകൾ വേരിയേഷൻസ് ഉണ്ട്. ഒന്ന് കണ്ടോ, ഈ പറയുന്ന പോലെ സീരിയലുകാരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് എന്താണ്? കണ്ണിലിട്ടാൽ കരയുന്ന സാധനത്തിന്റെ പേരെന്താ? കണ്ണിലിട്ട് കഴിഞ്ഞാൽ കരയണ ഇല്ല, കണ്ണിൽ കരയാൻ വേണ്ടിട്ടൊരു സാധനം, കരയാൻ വേണ്ടിട്ട് കണ്ണിലിടുന്ന ഇതെന്താ സിനിമയിലൊക്കെ? ഗ്ലിസറിൻ. കേട്ടോ, ഓർത്ത് നോക്കാം. കേട്ടല്ല, ഗ്ലിസറിൻ ഇട്ടാണ് ഈ ഫിലിം ഫീൽഡിലൊക്കെ ഇല്ലേ കരച്ചിലൊക്കെ വരാൻ വേണ്ടിട്ട് അവര് ഇടും. കേട്ടോ, ഓർത്ത് നോക്കാം. അത് വേറെ സാധനം. കേട്ടോ, ഓർത്ത് നോക്കാം. എൻ്റെ അതൊക്കെ കണ്ടുപോകും, അത്രേ ഉള്ളൂ. കേട്ടോ, അപ്പോ ഗ്ലിസറിൻ. ഈ ഗ്ലിസറിനാണ് കോമൺ നെയിം. ഇതിന്റെ ഐയുപാക് നെയിം ആണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ എഴുതുന്നതെല്ലാം ഐയുപാക് നെയിം ആണ്, ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് നെയിം അല്ലെ? ഓർത്ത് നോക്കാം. ഇങ്ങനെ എഴുതുമ്പോ ഇതിൽ 1 OH ഉണ്ട്, 2 OH ഉണ്ട്, 3 OH ഉണ്ട്. അപ്പൊ എന്തായിരിക്കും എന്റെ പേര്? പ്രൊപ്പ് അല്ലെ? പ്രൊപ്പാണ് വരുന്നത്. ഏതൊക്കെ പൊസിഷൻ ഉണ്ട്? 1, 2, 3 ട്രയോൾ. കേട്ടോ, ഓർത്ത് നോക്കാം. ട്രയോൾ. കേട്ടോ, ഇപ്പൊ 2 വന്നാൽ എന്തായിരിക്കും പേര്? ഡയോൾ. കേട്ടോ, ഓർത്ത് നോക്കാം. 1 വന്നാൽ ഓൾ എന്ന് പറയും. അപ്പോ ശ്രദ്ധിക്കുക. കേട്ടോ, ഓക്കെ. ഒന്ന് എഴുതി വെച്ചു. കേട്ടോ, ഓർത്ത് നോക്കാം. 1, 2, 3 ട്രയോൾ. കോമൺ നെയിം ഗ്ലിസറിൻ. കേട്ടോ, ഓർത്ത് നോക്കുക. കോമൺ നെയിം ഗ്ലിസറിൻ. അപ്പൊ സെക്കൻഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് കഴിഞ്ഞു. തേർഡ് എന്താണ്? ആൽഡിഹൈഡ് അല്ലെ? ഗുഡ്. കേട്ടോ, തേർഡിലേക്ക് വരാം. RCHO. കേട്ടോ, RCHO ആണ് വരുന്നത്. ഇവിടെ ആൽ എന്നാവും. കേട്ടോ, ഓള് മാറി ആലാവും. കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആൽഡിഹൈഡ് വരുന്നത് HCHO. കേട്ടോ, ഓർത്ത് നോക്കാം. അതിന്റെ പേരെന്തായിരിക്കും? മെത്തനാൽ. ഇതിന്റെ സ്ട്രക്ചർ അറിയണം. CHO എന്ന് പറഞ്ഞാൽ അതിന് മീനിങ് C ഡബിൾ ബോണ്ടോ H എന്നാണ്. എന്താണ് വരുന്നത്? C ഡബിൾ ബോണ്ടോ H. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് വരച്ചേ, അല്ലെങ്കിൽ പിന്നീട് ആ ഒരു സ്ട്രക്ചർ കിട്ടി തരുമ്പോൾ നമ്മൾ കരുതും ഇത് ആരാണെന്ന്. കേട്ടോ, ഓർത്ത് നോക്കാം. ഇതിന്റെ സ്ട്രക്ചറും കൂടി വരച്ചേക്കണം. കേട്ടോ, ഓർത്ത് നോക്കാം. നേരത്തെ ഒന്നും വേറെ സ്ട്രക്ചർ ഇല്ല അല്ലെ? OH എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഓയും സിംഗിൾ ബോണ്ട് H എന്നാണെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ CHO എന്ന് പറഞ്ഞാൽ C ഡബിൾ ബോണ്ടോ H എന്നാണ്. കേട്ടോ, ഓർത്ത് നോക്കാം. മെത്തനാൽ. എത്തനാലിന്റെ എങ്ങനെയായിരിക്കും? CH3CHO. എത്തനാൽ. സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? CH3C ഡബിൾ ബോണ്ടോ H. കേട്ടോ, സ്ട്രക്ചറും കൂടി എഴുതി വെക്കുക. എത്തനാൽ. മെത്തനാൽ, എത്തനാൽ, പ്രൊപ്പനാൽ, ബ്യൂട്ടനാൽ, പെന്റനാൽ അല്ലെ? അങ്ങനെ അങ്ങ് പോകും. ആൽ. ഈ മെത്തനാൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ മെത്തനാൽ ഫോർമാൽഡിഹൈഡ് കേട്ടിട്ടുണ്ടാവും. ഫോർമാലിൻ കേട്ടിട്ടുണ്ടാവും. ബയോളജിക്കൽ സ്പെസിമെന്റ് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബയോളജി ലാബിൽ സ്കൂളിൽ കയറി നോക്കുക. അവിടെ ചില ആനിമൽസിനെയൊക്കെ ഒരു ലിക്വിഡിൽ എടുത്തു വെച്ചിട്ടുണ്ടാവും അല്ലെ? ഓർത്ത് നോക്കാം. അതൊരു 40% മെത്തനാല് എടുത്തു വെക്കുന്നതാണ്. കേട്ടോ, ഓർത്ത് നോക്കുക. അതിനെ വിളിക്കുന്ന പേര് ഫോർമാലിൻ. കേട്ടോ, ഓർത്ത് നോക്കുക. പേപ്പറുകളിലൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ? ഈ ഫിഷിലൊക്കെ ഐസിലൊക്കെ ഫോർമാലിൻ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് എത്ര നാൾ കഴിഞ്ഞാലും നല്ല മിടുക്കനായിട്ട് കണ്ണൊന്നും ചോക്കൂല. ഇവിടെയൊക്കെ തുറന്നു നോക്കിയാൽ നല്ല ഇപ്പൊ പിടിച്ച പോലെ ഇരിക്കും അല്ലെ? പ്രശ്നം എന്താണ്? ഫോർമാലിനാണ്. ഫോർമാലിൻ ഭയങ്കര ഡേഞ്ചറസ് ആണ് ആക്ച്വലി അല്ലെ? നമുക്കറിയാലോ ബയോളജിക്കൽ സ്പെസിമെൻ എത്ര നാൾ കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അല്ലെ? ഓർത്ത് നോക്കാം. ഓക്കെ, അപ്പോ അങ്ങനെ ക്ലിയർ ആയിട്ട് വെക്കുന്ന ഒരു ഏരിയ ആണ്. കേട്ടോ, ഓക്കെ. സെക്കൻഡ് വൺ അസറ്റാൽഡിഹൈഡ്. കോമൺ നെയിം. കേട്ടോ, ഓർത്ത് നോക്കാം. ഇതിന്റെ കോമൺ നെയിം എന്താ? ഫോർമാലിൻ. ഫോർമാൽഡിഹൈഡ്.
ആ റിയൽ ആയിട്ട് വെക്കുന്നത് ഇതിലും ഡിപ്പ് ചെയ്ത് വെക്കുന്നതാണ്, ഇതിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നതാണ്. റിയലാണോ? ആ റിയലാണ്. എന്തിനാ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അതിന് എടുക്കുമോ? എടുക്കണ്ടല്ലോ, നമുക്ക് അതിന്റെ ഇത് മാറുമല്ലോ. ഇപ്പൊ ഞാനിപ്പോ എന്താണ് വയലിലുള്ള ചെറിയ കുഞ്ഞി കുട്ടിയുടെ ഒരു ഇത് ഫോർമാലിൽ വെച്ചേക്കുന്ന ഇത് ഉള്ള ഒരു എക്സിബിഷൻ കണ്ടിട്ടുണ്ട് പണ്ട്. അത് ഓരോ സ്റ്റേജിലും 6 വീക്ക് റിയൽ ആയിട്ട് നമ്മളല്ലാതെ കാണുന്നതല്ല. അത് ഇതുപോലെ ഇങ്ങനെ ഡെഡ് ആയിട്ട് വരുന്നത് എടുത്തു വെച്ച് അങ്ങനെ വന്നേക്കുന്നതാണ്. അപ്പൊ അതുപോലെ ഓരോ ജീവികളുടെയും അല്ലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ നമ്മൾ കടലിൽ പോയി നോക്കുവോ ശരിക്കുള്ള ഒരു ജീവിനെ കാണണമെങ്കിൽ അതിനെടുത്തിട്ട് സ്പെസിഫിൻ ആയിട്ട് എടുത്തു വെക്കുമ്പോൾ നമുക്ക് അല്ലെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തു വെക്കുന്നതാണ്. ഞങ്ങളുടെ സ്കൂളില് കറക്റ്റ് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അതൊക്കെ ഒന്ന് പഠിക്കാം കേട്ടോ. അത് ശരിക്കും നോക്കാത്തോണ്ടാ കേട്ടോ. നോക്കാം. അത് എപ്പോഴും അതേപോലെ തന്നെ ഇരിക്കും. അതുകൊണ്ടല്ലേ ഫോർമാലിൽ വെക്കുന്നേ കേട്ടോ, ചീത്തയാവാതിരിക്കാനല്ലേ കേട്ടോ. ഓർത്ത് വെക്കാം. പിന്നെ ഓക്കെ. ഇപ്പൊ ഞാൻ എന്നും ഒരേപോലെ ഇരിക്കുന്നതിന്റെ ഒരു ഞാൻ ഒന്നുമില്ലേ കേട്ടോ. ഓർത്ത് വെക്കാം. അങ്ങനെയല്ലോ ഓർത്ത് വെക്കാം. അത് ജീവനില്ലാതെ അല്ലേ ഓർത്ത് വെക്കാം. അത് ഇതിൽ വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോ മനസ്സിലായല്ലോ കാര്യം അല്ലേ? ഓർത്ത് വെക്കാം. നെക്സ്റ്റ് അടുത്തത് ആൽഡിഹൈഡ് കഴിഞ്ഞ പിന്നെ നെക്സ്റ്റ് എന്താ? കീറ്റോൺ കേട്ടോ. ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ഹെഡിങ് കീറ്റോൺ. നെക്സ്റ്റ് ഹെഡിങ് കീറ്റോൺ. ONE ഉണ്ട് അല്ലേ കീറ്റോൺ. കീറ്റോണില് RC⋯O R. ഈ CO എന്നാണ് അതിനെ വിളിക്കുക. C⋯O. ഇത് വരുന്നത് ഇൻ ബിറ്റ്വീൻ കാർബൺ ചെയിൻ്റെ ഇടയിലായിരിക്കണം. അതാണ് റൂൾ. ഇൻ ബിറ്റ്വീൻ കാർബൺ ചെയിൻ അതായിരിക്കണം റൂൾ ആയിട്ട് വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ ആവുമ്പോ കുഴപ്പമില്ല, ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം. അല്ലാതെ ഈ നമ്മൾ നേരത്തെ എഴുതിയ പോലെ പ്രൊപ്പോ 1 2 3 അതോടെ എഴുതണോ? അതുപോലെ ഇതിനും വരും, കീറ്റോണും വരും. അതൊക്കെ എഴുതാം കേട്ടോ, പേടിക്കണ്ട. CH3 CO CH3. ഈ CO എടുത്ത് ഇവിടെ ഇടാൻ പറ്റുമോ? ഇല്ല, കാരണം ഇൻ ബിറ്റ്വീൻ ആണ് അല്ലെ. ഓർത്ത് നോക്കാം. അതുകൊണ്ട് ആദ്യത്തിന്റെ പേരെന്തായിരിക്കും? പ്രൊപ്പനോൺ. ഇവിടെ ഓർത്ത് നോക്കാം. ഇനി അടുത്ത് നോക്കാം. CH3 C⋯O കേട്ടോ. ഇത് രണ്ട് സെയിം ആണ് കേട്ടോ. CO എന്ന് എഴുതാം, C⋯O എന്ന് എഴുതാം. രണ്ട് സെയിം ആണ്. അതുകൊണ്ടാണ് രണ്ട് മാറ്റി എഴുതുന്നത്. CH2 CH3. ഇതിന്റെ പേര് ബ്യൂട്ടനോൺ. ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ വേണം കേട്ടോ. ഞാൻ അറിയാതെയൊക്കെ ഇവിടെ എഴുതുന്നുണ്ട്. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ കൊടുത്തേക്കാം. ബ്യൂട്ടനോൺ. ONE ആണ് കേട്ടോ വരുന്നത്. ബ്യൂട്ടനോൺ. നിങ്ങൾ ഇവിടെ തന്നെ ONE എന്ന് എഴുതണം കേട്ടോ, പെട്ടെന്ന് കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്യൂട്ടനോൺ 1 കേട്ടോ, ONE. ദെൻ അടുത്തത് വരുമ്പോ ഒന്ന് ശ്രദ്ധിക്കുക. ഇയാള് ചോദിച്ച ചോദ്യമാണ്. എന്താണ് അയാൾ ചോദിച്ചത്? ഇതിന്റെ പേര് വരുമ്പോ 1 2 3 4 5 ആണ്. അങ്ങനെ വരുമ്പോ ഇതിന് പൊസിഷൻ വരും. കാരണം എന്താണ്? 1 2 3 4 5 ഇങ്ങനെ വരുമ്പോ ഇതിന്റെ പേര് പെൻഡന്റ് 2 ഓൺ എന്നാണ്. പെൻഡ് 2 ഓൺ കേട്ടോ. ഓർത്ത് നോക്കാം. പെൻഡ് 2 ഓൺ. ഇനി അടുത്തതിന്റെ പേര് വരുമ്പോ ഒന്ന് നോക്കുക. CH3 CH2 CO CH2 CH3. ഞാൻ പറഞ്ഞുതരാം. അടുത്തത് പെൻഡ് 3 ഓൺ എന്നാണ്. പെൻഡ് 3 ഓൺ. ഇനി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതില് പ്രൊപ്പനോൺ എന്നാണ് എഴുതിയത്, പ്രൊപ്പൻ 2 ഓൺ എന്ന് ഞാൻ എഴുതിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ റീസൺ ഇത് ഇൻ ബിറ്റ്വീൻ ചെയിൻ ആണ്. നിങ്ങൾക്ക് എങ്ങനെ വിചാരിച്ചാൽ പോലും ഇപ്പുറത്തേക്ക് വരില്ല. അപ്പൊ പ്രൊപ്പനോൺ എന്ന് പറഞ്ഞാൽ അതിൽ അണ്ടർസ്റ്റുഡ് ആണ് അത് ഇൻ ബിറ്റ്വീൻ ആണ് എന്നുള്ളത്. പൊസിഷൻ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഒരു കുട്ടി പറയാണ് പ്രൊപ്പൻ 2 ഓൺ, അതും റൈറ്റ് ആണ്. ഇനി ബ്യൂട്ടനോൺ എന്ന് പറഞ്ഞാല് ഈ C⋯O ഇവിടെ എഴുതി. ഇവിടെ എഴുതുമ്പോൾ ശരിക്കും ബ്യൂട്ടൻ 2 ഓൺ അല്ലേ? ബ്യൂട്ടൻ 2 ഓൺ ആണ്, അതാണ് ബ്യൂട്ടനോൺ. ഇനി ഇപ്പുറത്ത് എഴുതി കഴിഞ്ഞാലും കൗണ്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യണം. ഫങ്ഷണൽ ഗ്രൂപ്പ് എവിടെയാണോ വരുന്നത് അവിടെ നിന്നാണ് കൗണ്ട് ചെയ്യേണ്ടത്. പ്രയോറിറ്റി റൂൾ. ഫങ്ഷൻ ഗ്രൂപ്പിന് എന്ത് കിട്ടണം? ലോവസ്റ്റ് നമ്പർ കിട്ടണം. അപ്പോ ഇവിടെ CO വന്നാൽ എവിടെ നിന്ന് നമ്പർ ചെയ്യും? ഞാൻ ഇവിടെ നിന്ന് നമ്പർ ചെയ്യും കേട്ടോ. ഓർത്തോ, ഇയാൾ പ്രൈം മിനിസ്റ്റർ ആണ്, ഇയാൾ ഇവിടെ വന്നിരുന്നു എന്ന് പ്രൈം മിനിസ്റ്റർ താൻ അവിടെ ഇരിക്കണ്ട,
ഇപ്പുറത്തിരിക്കണം എന്ന് പറയാൻ പറ്റൂ? ഇല്ല അല്ലെ? പുറത്ത് നോക്കാം. അപ്പൊ അവിടുന്ന് കൗണ്ട് ചെയ്യും. കാരണം എന്താ? പ്രയോറിറ്റി ആർക്കാ? ഓർത്ത് നോക്കാം. അപ്പൊ അതുപോലെ ഫംഗ്ഷൻ ഗ്രൂപ്പ് എവിടെ വരുന്നോ അവിടെ നിന്നാണ് പ്രയോറിറ്റി വരിക. അപ്പോ ഇങ്ങനെ നമ്പർ ചെയ്തു. ഓർത്ത് നോക്കുക. ഇതിന്റെ നോക്കിയേ, ഇത് 1 2 അല്ലെ? 2-ലാകാം 3-ലാകാം ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഇതിനൊക്കെ പേര് പറഞ്ഞിരിക്കണം. ഇവിടെ മുതൽ ഇതിന് രണ്ടിനും പേര് പറഞ്ഞില്ലെങ്കിലും ഫുൾ മാർക്ക് കിട്ടും. പക്ഷെ ഇവിടെ നിന്ന് തൊട്ട് പേര് പറഞ്ഞില്ലെങ്കിൽ മാർക്ക് തരൂല. കാരണം എന്താ? പെൻഡൻ ഏതൊക്കെ വരാം? 2 ഓൺ, പിന്നെന്താ? പെൻഡൻ 3 ഓൺ കേട്ടോ. അല്ലാതെ പെൻഡൻ ഓൺ എന്ന് പറഞ്ഞാൽ മാർക്ക് കിട്ടുമോ? ഇല്ല. എന്ന് പറഞ്ഞാൽ 5 നിലയുള്ള ഫ്ലാറ്റ് ആണെന്ന് കരുതാ, 5 ഫ്ലോറുള്ള ഫ്ലാറ്റ്. ഇയാള് കേട്ടോ ഓർത്ത് നോക്കാം. ഫസ്റ്റിലും ലാസ്റ്റിലും അല്ല എന്ന് കരുതിയിട്ട് നമ്മൾ ആ ഫ്ലാറ്റിൽ കയറി നോക്കാൻ പറ്റൂ അല്ലെ? അയാൾ ആ പൊസിഷൻ പറയാതെ നമുക്ക് ചെല്ലാൻ പറ്റുമോ അല്ലെ? അയാൾ പറയാണ് അല്ലെ 2B അല്ലെങ്കിൽ 3B, അതുപോലെ പൊസിഷൻ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അവിടെ കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് പെൻഡനോൺ എന്ന് പറഞ്ഞാൽ അത് 2 ആകാം 3 ആകാം. അതുകൊണ്ട് സ്പെസിഫൈ ചെയ്യണം, മാർക്ക് തരില്ല കേട്ടോ. ഓർത്ത് നോക്കാം. പെൻഡൻ 2 ഓൺ, അതിന്റെ മീനിങ് എന്താ? C ഡബിൾ ബോണ്ടോ ഏത് പൊസിഷൻ ആണ്? സെക്കൻഡ് പൊസിഷൻ. അടുത്തത് എന്തായിരുന്നു? തേർഡ് പൊസിഷൻ കേട്ടോ. ഓർത്ത് നോക്കാം. വേഗം നോക്കാം. ഇത്രയും പേര് എഴുതിയോ? ഓക്കെ. ഇനി നേരത്തെ പറഞ്ഞ പോലെ അയാള് ചെറുതായിട്ടൊരു പാട്ട് പാടണം കേട്ടോ. ഓർത്ത് നോക്കാം. ഇടയ്ക്ക് അങ്ങനെ അല്ല, അടുത്ത ക്ലാസ്സിൽ ഇയാള് പ്രാക്ടീസ് ചെയ്യും. ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും കൊണ്ടും പാടിപ്പിക്കുക കേട്ടോ. അവയെ കുറിച്ച് വിളിച്ചിട്ടോ? നോട്ടൊന്നും എഴുതണം കേട്ടോ. നോട്ട് ചെയ്താലേ പറയുമ്പോൾ ലൈൻ പ്രാക്ടീസ് കേട്ടോ. പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമിലൊക്കെ ഉണ്ടാവും നിങ്ങളാ ടീം ഇതിൽ. മറ്റേ ക്രിസ്തോമസിനെയൊക്കെ അറിയോ? 12th മറ്റേ ഇതൊക്കെ കുറെ ഇൻസ്ട്രുമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോക്കച്ചിൽ തന്നെ ആയിരുന്നു ഇതിനു മുമ്പ്. ഒരു 3 years ബാക്ക് അവിടുത്തെ ഒരു എന്താ പറയാ അവിടുത്തെ ഇതായിരുന്നു മറ്റേ ഹൗസ് ക്യാപ്റ്റൻ, എന്താ ടോട്ടൽ ക്യാപ്റ്റൻ അല്ലേ, സ്കൂൾ ക്യാപ്റ്റൻ. പുള്ളി ഭയങ്കര നല്ല ആക്റ്റീവ് ആയിരുന്നു പാർട്ടിസിപ്പേഷൻ. അതിൽ അതിന് തൊട്ടുമ്പത്തെ ബാച്ച്, കൊറോണയ്ക്ക് തൊട്ടുമ്പത്തെ ലാസ്റ്റ് ബാച്ച്. അപ്പൊ ആ ബാച്ചിലായിരുന്നു ഞങ്ങൾക്ക് വലിയൊരു പ്രോഗ്രാമൊക്കെ ഇത് കണ്ടക്ട് ചെയ്തു. പുള്ളിയാണ് കണ്ടക്ട് ചെയ്യിപ്പിച്ചത്. എല്ലാവരും കൊണ്ട് പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്ത് അലീന സാജു ഒക്കെ ആ ഒരു 6 പേര് 7 പേരുണ്ടായിരുന്നു. അത് നല്ല ബാച്ചായിരുന്നു, നല്ല ടോക്ക് ചെയ്യും. അലീന സാജു പുള്ളിക്കാരത്തി സോളോ ഇംഗ്ലീഷ് ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പ്രൈസ് ഒക്കെ കിട്ടിയാണ് പുറത്തൊക്കെ പോയിട്ട്. പിന്നെന്തായിരുന്നു, വേറെ പേരുണ്ടായിരുന്നു. ആ വീഡിയോ ഇടുന്നു അല്ലേ? മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളേ, കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തെന്നലേ, ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ
കിനാവ് പോൽ വരൂ വരൂ മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളേ. എഴുതിരി വിളക്കിന്റെ മുമ്പിൽ ചിരി തൂകി മലത്താരം കൊണ്ടുവന്നതാര്? എഴുതിരി വിളക്കിന്റെ മുമ്പിൽ ചിരി തൂകി മലത്താലം കൊണ്ടുവന്നതാര്? കനകമഞ്ചാടി പോലെ കനകമഞ്ചാടി പോലെ അഴകു തൂകുമീ നേരം ഏതൊരോർമ്മയിൽ നിന്നു നീ ആരെ തേടുന്നു ഗോപികേ. കിനാവു പോൽ മനോഹരി മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളേ. പൂനിലാവ് പെയ്യുമീറൻ രാവിൽ കതിരാമ്പൽ കുളിർ പൊയ്ക നീന്തി വന്നതാര്? പൂനിലാവ് പെയ്യുമീറൻ രാവിൽ കതിരാമ്പൽ കുളിർ പൊയ്ക നീന്തി വന്നതാര്? പവിഴമന്താരമാല പ്രകൃതി നൽകുമീ നേരം മോഹനം. ലാസ്റ്റ് ലൈൻ പറഞ്ഞൂടാ. ടോക്കസില അർജുനാണ് പാടിയത് കേട്ടോ. എല്ലാവരും ഒരു ബിഗ് ക്ലാപ്പ് കൊടുത്തേ. നല്ല നന്നായിട്ട് കേട്ടോ. മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാ കേട്ടോ. ഓർത്ത് നോക്കാം. അതിലൊരു ഗോഡ് ഗ്രേസ് ആണ് ഈ പാടാനും ഇതൊക്കെ പറയണത് അല്ലേ. ഓർത്ത് നോക്കാം. ഓർത്ത് നോക്കാം. അടുത്ത കേട്ടോ. ഓരോരുത്തർ ഇങ്ങനെ 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 ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടല്ലോ അല്ലേ. ഓക്കെ കേട്ടോ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് കീറ്റോൺ എഴുതി. നെക്സ്റ്റ് ഹെഡിങ് അടുത്ത കാർബോക്സിലിക് ആസിഡ്. നെക്സ്റ്റ് ഹെഡിങ് കാർബോക്സിലിക് ആസിഡ്. എക്സ് ആണ് കേട്ടോ. XYLIC ഒരല്ലേ ഉള്ളൂ കേട്ടോ. RCOOH ബ്രാക്കറ്റില് ഓയിക്ക് റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. OIC ഓയിക്. നെക്സ്റ്റ് ഫസ്റ്റ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത് മെത്തനോയിക് ആസിഡ് ആണ്. നമ്മൾ അറിയാം ആന്റിസ്റ്റിങ്ങിലൊക്കെ ഉള്ളത് അല്ലെ. ആന്റിസ്റ്റിങ്ങിലൊക്കെ നമ്മൾ 10th പഠിച്ചേക്കുന്നതാണ്. ഫോമിക് ആസിഡ് എന്ന് പറഞ്ഞ ആള് തന്നെയാണത്. HCOH. ഇതിന്റെ കോമൺ നെയിം ആണ് ഈ ഫോമിക് ആസിഡ്. ഐയുപാക് നെയിം മെത്തനോയിക് ആസിഡ്. മെത്തനോയിക് ആസിഡ്. ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡ് കേട്ടോ. ഓർത്ത് നോക്കുക. കോമൺ നെയിം ആണ് ഫോമിക് ആസിഡ്. ഇതിന്റെ സ്ട്രക്ചറും കൂടി ഒന്ന് വരച്ചു വെക്കണം. C∼OH ഇതാണ് അതിന്റെ സ്ട്രക്ചർ കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പോ ഈ സ്ട്രക്ചർ ആണ് നമ്മൾ എല്ലായിടത്തും ഫോളോ ചെയ്തത്. COH എന്ന് പറഞ്ഞാൽ C∼OH ആണ്. സെക്കൻഡ് CH3COOH. 2 കാർബൺ വന്നിട്ടുണ്ട്. 2 വന്നാൽ എത്ത് കണ്ടോ. ഓർത്ത് നോക്കുക. 2 വന്നാൽ എത്ത്. നോയിക് ആസിഡ് കണ്ടോ. ഓർത്ത് നോക്കുക. എത്തനോയിക് ആസിഡ്. Then CH3 CH2 COOH എന്തായിരിക്കും? പ്രൊപ്പനോയിക് ആസിഡ്. CH3 CH2 COH പ്രൊപ്പനോയിക് ആസിഡ്. കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പോകും അല്ലെ. ബ്യൂട്ടനോയിക് ആസിഡ്, പെന്റനോയിക് ആസിഡ്, എക്സനോയിക് ആസിഡ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ദെൻ ഇപ്പൊ ഏതൊക്കെ കഴിഞ്ഞു? ഹാലജൻ, ആൽക്കഹോൾ, ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്. 5 അല്ലെ. ഈ 5 വരെ നിങ്ങൾ
10th പഠിച്ചിട്ടുണ്ട്, ഇതിന്റെ ബേസിക്സ് ആയിട്ടുള്ള പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ബ്രാഞ്ചും അതുപോലെ തന്നെ രണ്ട് ഫംഗ്ഷൻ ഗ്രൂപ്പൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ കഥ മാറും, പ്രിഫിക്സ് സഫിക്സ് ഒക്കെ മാറി തുടങ്ങും കേട്ടോ. അവിടെയാണ് ഇതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ ചലഞ്ചിങ് വന്നുകൊണ്ടിരിക്കും കേട്ടോ, പഠിച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കും, അപ്പോഴാണ് രസമായിട്ട് വരുന്നത്. പക്ഷെ ബേസ് അറിയണം, അല്ലെങ്കിൽ നമുക്ക് പോകും. ഇനി അടുത്ത് അപ്പോ 5 കഴിഞ്ഞു അല്ലെ, 5 അല്ലേ നമ്പർ ഇട്ട് വെച്ചേക്കുന്നേ, 5th കഴിഞ്ഞു കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി 6th തുടങ്ങി, നമുക്ക് പതുക്കിനെ ഒന്ന് മാറ്റി പിടിക്കാം. എസ്റ്റർ കേട്ടോ, ഓർത്ത് നോക്കാം. എസ്റ്റർ സ്വീറ്റ് സബ്സ്റ്റൻസ് ആണ്. ജനറൽ ഫോർമുല RCOOR. ഈ ആറ് സെയിം ആവണമെന്നില്ല, അതുകൊണ്ട് R ഡാഷ് ഇടാം കേട്ടോ, അല്ലെങ്കിൽ 2 R സെയിം ആണെന്ന് കരുതും, അങ്ങനെ സെയിം ആവണമെന്നില്ല. ഇനി ഇതിന്റെ സ്ട്രക്ചർ എക്സ്ട്രാ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ്. ആ ഫംഗ്ഷൻ ഗ്രൂപ്പാണ്. കേട്ടോ, ഓർത്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് എസ്റ്റ് എന്ന് വരുമ്പോൾ ഇവിടെ ഒന്ന് ബ്രാക്കറ്റിൽ എഴുതി വെക്കാം, OATE, O8. ഇനി നമ്മൾ ആദ്യത്തെ ഒരു എക്സാമ്പിളിലേക്ക് പോവാണ്. CH3 C ഡബിൾ ബോണ്ടോ OCH3. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ C ഡബിൾ ബോണ്ടോ എവിടെ വരുന്നു അവിടെ നിന്നാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുന്നത്. അല്ലെങ്കിൽ ഇത് കണ്ടോ, ഈ CO ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്, COO എന്നൊക്കെ അവിടെ നിന്നാണ് നമ്പർ കൗണ്ട് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് എത്ര കാർബൺ ഉണ്ട് നോക്കുക, 1 2 ഉണ്ടോ, ഓർത്തോ. ഇതാണ് പാരന്റ് ചെയിൻ, ഇതാണ് പാരന്റ് ചെയിൻ. ആ മെയിൻ ചെയിന്റെ ഒപ്പമാണ് OAT കൊടുക്കേണ്ടത്. ഇത് ബ്രാഞ്ച് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇത് ഉണ്ടോ, ഓർത്തോ. ഇതിനെന്താണ് കൺസിഡർ ചെയ്യുക, ബ്രാഞ്ച്. ബ്രാഞ്ച് വന്നാൽ YL ചേർത്ത് പറയണം. YNE അല്ല ചേർക്കണ്ടേ, YL. എന്താ ചേർക്കണ്ടേ, YL കേട്ടോ. ഓക്കെ, അപ്പോ ഒരു കാർബൺ ബ്രാഞ്ച് ആയി വന്നാൽ എന്ത് വിളിക്കും, മീഥൈൽ. 2 വന്നാൽ ഈഥൈൽ, 3 വന്നാൽ പ്രൊപ്പൈൽ. അപ്പോ YL അതുപോലെ കേട്ടോ, ഓർത്ത് നോക്കാം. മീഥൈൽ ഓറഞ്ച് ഒക്കെ പറയണ പോലെ, അത് ശരിയാ, ഇതിലോ ഉണ്ട്. അപ്പോ ഈ CH3 വരുമ്പോ നമ്മൾ എന്ത് വിളിക്കും, മീഥൈൽ. മീഥൈൽ കണ്ടോ. 1 2 വന്നാൽ എന്ത് വിളിക്കണം, OA, എത്തനോയേറ്റ്. കേട്ടോ, മീഥൈൽ എത്തനോയേറ്റ് കേട്ടോ, ഓർത്ത് നോക്കാം. മീഥൈൽ എത്തനോയേറ്റ്. ആ പ്രൊപ്പനോയിറ്റ് ബ്യൂട്ടനോയിറ്റ് ഒക്കെ വരും. പറയാൻ പാടില്ല, കാരണം എന്താ, ലോങ് ചെയിൻ അല്ലല്ലോ, ഇതിനിടയിൽ ഓ വന്നിട്ടില്ലേ, മുറിച്ചില്ലേ, മനസ്സിലായി. കാർബൺ ചെയിനെയാണ് നമ്മള് മെത്തൊക്കെ പറഞ്ഞേക്കുന്നത് അല്ലെ, അതിന്റെ ഇടയിൽ ഒരാൾ വന്നാൽ പറ്റുമോ, ഇല്ല കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് കാർബൺ ചെയിൻ അല്ല അല്ലെ, ഓക്സിജൻ വന്നു, അപ്പോഴാണ് അവിടെ നിന്ന് ബ്രേക്ക് ആയത്. അടുത്ത് നോക്കാം, CH3 CH2 COO CH2 CH3. ഏതാണ് മെയിൻ ചെയിൻ, ഏതാണ് മെയിൻ ചെയിൻ ഒന്ന് പറഞ്ഞേ. എവിടെ നിന്നാണോ CO വരുന്നത് അല്ലെ, അവിടെ നിന്നാണ്. ഇത് ഇവിടെ നിന്നാണ് കൗണ്ട് ചെയ്യണേ. 1 2 3. ഇത് ഇങ്ങനെ താഴെ എഴുതണം കേട്ടോ, ഈ നമ്പർ 1 2 3, അല്ലെങ്കിൽ മനസ്സിലാവില്ല. 1 2 3 1 2 3 എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊപ്പ്. ഇതിൽ ഏതൊക്കെ ബ്രാഞ്ച് ആകും, ഇത് കേട്ടോ, ഓർത്ത് നോക്കാം. അമൻ അവിടെ തൊട്ട് തുടങ്ങാം. എങ്ങനെയായിരിക്കും ഇതിന്റെ പേര് പറയാം, ഇതാണ് മെയിൻ ചെയിൻ അല്ലെ. ആ മെയിൻ ചെയിന്റെ ഒപ്പം OAT ചേർക്കണം അല്ലെ. ഇനി ബ്രാഞ്ച് ആയിട്ട് വരുന്നതിന് YL ചേർത്ത് പറയണം. അപ്പൊ എന്തായിരിക്കും, എത്ര കാർബൺ ഉണ്ട്, YL ചേർക്കണം. എത്ര കാർബൺ ഉണ്ട്, അപ്പൊ എന്ത് വിളിക്കും, ഈഥൈൽ. ഇനി ഇതിന്റെ ഒപ്പം OAT ചേർത്ത് പറ, പ്രൊപ്പനോയിഡ്. ദാറ്റ്സ് ഓൾ. ഓർത്ത് നോക്കാം. അപ്പൊ എന്താണ്, ഈഥൈൽ പ്രൊപ്പനോയിഡ്. ഇനി അടുത്ത വിവേകമാണ് പറയണേ കേട്ടോ, ഓർത്ത് നോക്കാം. ഈഥൈൽ പ്രൊപ്പനോയിഡ്, ഈഥൈൽ പ്രൊപ്പനോയിഡ്. ഓക്കെ, ചലഞ്ച് ആയിട്ട് എടുക്കണം അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ ഇത്തിരി കൺഫ്യൂഷൻ ആയിട്ടുള്ള രീതിയിലുള്ള തരാം. അയ്യോ എന്തായിരിക്കും പറഞ്ഞു, ലോങ് ചെയിൻ എവിടെ നിന്നിട്ട് കൗണ്ട് ചെയ്യണമെന്നാ പറഞ്ഞേ,
ആ ഓർത്ത് നോക്കാം. ചെയിൻ എന്ന് പറഞ്ഞാൽ കാർബൺ കാർബൺ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. ഓർത്ത് നോക്കാം. നിങ്ങളുടെ കഴുത്തിൽ ഒരു മാല ഇടുന്നത് ചെയിൻ ആണെന്ന് അല്ലെ. ആ ചെയിൻ എടുത്ത് ഇങ്ങനെ ചുരുട്ടി കുത്തി വെച്ചാൽ അതിന്റെ ലെങ്ത് കുറയോ ഇല്ലയോ? പിന്നെ കുറയൂല, അങ്ങനെ ഇരിക്കും. മനസ്സിലായി? ഓർത്ത് നോക്കാം. ചെയിൻ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അടുത്തിട്ട് എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം അല്ലെ. കട്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ അല്ലെ അത് ലെങ്ത് കുറയും. അല്ലാതെ പറ്റുമോ? അത് വളഞ്ഞിരുന്നോണ്ട് പറ്റുമോ? താനൊന്ന് ചരിഞ്ഞിരുന്ന തന്റെ ഇത് മാറിയോ? ഇല്ല അല്ലെ. ഓർത്ത് നോക്കുക. താൻ തന്നെയാണ്. അതുപോലെയാണ് കണ്ടിന്യൂസ് ചെയിൻ ആണിത് അവിടെ. ഓർത്ത് നോക്കുക. ഓക്കെ. തന്റെ നേച്ചർ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? തല കട്ട് ചെയ്ത് ഇവിടെ ഫിറ്റ് ചെയ്യണം അല്ലെ. എങ്കിൽ അതെന്താണ്? മാറി. ഓക്കെ. അല്ലാതെ എന്റെ നേച്ചർ മാറോ? ഇല്ല. അപ്പൊ എവിടെ നിന്നായിരിക്കും കൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞേ? ആ, അവിടുന്ന് കൗണ്ട് ചെയ്ത് പറ. വേഗം പറഞ്ഞോ. 1 2 3 4 5. ഇതാണ് പാരന്റ് ചെയിൻ അല്ലേ. 5 വന്നാ എന്താ? 5 വന്നാ എന്താ? ആരും പറയല്ലേ? ആ, പെന്റ്. അതിനോടൊപ്പം എന്ത് ചേർക്കണം എന്നാ പറഞ്ഞേക്കുന്നത്? OET അല്ലെ. ആ, ഇനി അതിനു ശേഷം അല്ലെ, അതിനു മുമ്പ് ഫസ്റ്റ് എന്ത് എഴുതണം? ഇത് എഴുതണം. പ്രൊപ്പൈൽ പെന്റനോയേറ്റ് കേട്ടോ. ഓർത്ത് നോക്കാം. വേഗം എഴുതി വെക്കാം. പ്രൊപ്പൈൽ പെന്റനോയേറ്റ്. പ്രൊപ്പൈൽ പെന്റനോയേറ്റ് വേഗം എഴുതുക കേട്ടോ. പ്രൊപ്പൈൽ പെന്റനോയേറ്റ്. 6 വരെ നിൽക്കട്ടെ. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഏകദേശം ഒരു 10 വരെ ആക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. ആ 10 വരെ എടുത്ത് കറക്റ്റ് ഓർഡറിലാക്കുന്നു. പിന്നെ അതിന്റെ എന്താണ് നോമൻക്ലേച്ചർ പഠിക്കാൻ തുടങ്ങുന്നു. നോമൻക്ലേച്ചർ ഇപ്പൊ കണ്ടിരിക്കുന്നത് ബേസിക്സ് ഐഡിയാസ് ആണ്. നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ റൂള് ആണ് ഇപ്പൊ ഏകദേശം നിങ്ങളുടെ അടുത്ത് പറയുന്നത് ലോങ് ചെയിൻ കണ്ടെയ്നിങ് ലോങ് ചെയിൻ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് പോയിന്റ് നമ്മൾ അതിൽ ഫംഗ്ഷൻ ഗ്രൂപ്പിന് ലീസ്റ്റ് നമ്പർ കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള റൂളുകളാണ്. അങ്ങനെ പോയി. പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ പ്രയോറിറ്റി റൂൾ ഉണ്ട്. 2 3 ഫംഗ്ഷൻ ഗ്രൂപ്പ് ഒരു കോമ്പൗണ്ട് വന്നാൽ ആർക്ക് പ്രയോറിറ്റി കൊടുക്കും? മനസ്സിലായി? ഓർത്ത് നോക്കാം. ഇയാൾ പ്രൈം മിനിസ്റ്റർ ആണ്, ഇയാൾ മിനിസ്റ്റർ ആണ്. ആർക്ക് പ്രയോറിറ്റി കൊടുക്കും? ദാറ്റ്സ് ഓൾ. അപ്പൊ അതുപോലെ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ആണ് COH. ഏറ്റവും ഹയസ്റ്റ് ആര് വരും? COOH വരും. CHOയും COHും വന്നാൽ ആരായിരിക്കും? COH ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ മറ്റേ ആൾക്ക് പേര് മാറും. നമ്മൾ കണ്ട ആൽഡിഹൈഡില്ലേ, ആൽഡിഹൈഡിന് അപ്പൊ വിളിക്കുന്ന ഓക്സോ, വിളിക്കുന്ന പേര് ഓക്സോ എന്നാവും. പേരൊക്കെ മാറും. ക്ലിയർ ആവും കേട്ടോ. ഓർത്ത് നോക്കാം. ലാസ്റ്റ് പറഞ്ഞ ഈ 6 ഫംഗ്ഷൻ ഗ്രൂപ്പിനൊന്ന് പറയാം കേട്ടോ. ഓർത്ത് നോക്കാം ഒരുമിച്ച്. ഫസ്റ്റ് എന്തായിരുന്നു? ഹാലജൻ കേട്ടോ. ഓർത്ത് ഹാലോ എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ആൽക്കഹോൾ. നെക്സ്റ്റ് തേർഡ്. അത് കഴിഞ്ഞ ഫോർത്ത് കീറ്റോൺ. ഫിഫ്ത്ത് കാർബോക്സിലിക് ആസിഡ് എസ്റ്റർ. അപ്പൊ എസ്റ്റർ ആണ് എക്സ്ട്രാ ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. മൈൻഡ് ചെയ്യാം കേട്ടോ.